എല്ലാവർക്കും PSC വോയേജറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് നമ്മുടെ PYQ സീരീസിന്റെ ഇംഗ്ലീഷിന്റെ രണ്ടാമത്തെ ക്ലാസ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡിസ്കഷനിൽ ക്വസ്റ്റ്യൻ പേപ്പർ പകുതിയാക്കി നിർത്തിയിരുന്നു. അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് എടുക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിഗ്രി ലെവൽ പ്രിലിംസിലെ ഇംഗ്ലീഷ് സെഷൻ ക്വസ്റ്റ്യൻസ് ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. വീഡിയോയുടെ ലെങ്ത് കൂടി പോകുന്നതുകൊണ്ട് നമ്മളത് പകുതിക്ക് വെച്ച് നിർത്തിയിരുന്നു. അപ്പോൾ ആ ക്ലാസ് കാണാത്തവർക്ക് വേണ്ടി അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, എല്ലാവരും കണ്ടു നോക്കുക. അതുപോലെ തന്നെ മാത്സിന്റെയും മലയാളത്തിന്റെയും PYQ സീരീസിൽ ഓരോ ക്ലാസ്സുകൾ വീതം ആഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്, നിങ്ങൾ കണ്ടു നോക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിഗ്രി ലെവൽ പ്രിലിംസിലെ ബാക്കി ക്വസ്റ്റ്യൻസ് നോക്കാൻ പോവുകയാണ്. എല്ലാവരും ക്ലാസ് സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണുവാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഡിഗ്രി ലെവൽ പ്രിലിംസിൽ ചോദിച്ച ചോദ്യം നോക്കാം. ആർ വി നോട്ട് ഗോയിങ് ടു ഫിനിഷ് ദ ലെസൺ ടുഡേ, ചേഞ്ച് ഇൻ ടു പാസീവ് വോയിസ്. അപ്പൊ ഇതിന് മുമ്പ് ഈ ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് പാസീവ് വോയിസ് എന്താണെന്നുള്ള കാര്യം ഒന്ന് ബ്രീഫായിട്ടൊന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ രണ്ട് ചോദ്യങ്ങൾ അതുമായിട്ട് ഞാൻ റിലേറ്റ് ചെയ്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ആ ചോദ്യങ്ങൾ സോൾവ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് വരാം. എന്താണ് പാസീവ് വോയിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആക്റ്റീവ് വോയിസ് എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് സബ്ജക്റ്റിന് പ്രാധാന്യം നൽകുന്ന വാക്യത്തെയാണ് ആക്റ്റീവ് വോയിസ് എന്ന് പറയുന്നത്. ആക്റ്റീവ് വോയിസിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്തിനായിരിക്കും? സബ്ജക്റ്റിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. എന്നാൽ പാസീവ് വോയിസിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്തിനായിരിക്കും? കർമ്മത്തിന് അല്ലെങ്കിൽ ഒബ്ജക്റ്റിനായിരിക്കും പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നത്. എന്താ ഈ സബ്ജക്റ്റ് ഒബ്ജക്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ക്രിയ ഉണ്ടാവും അല്ലേ? ആ ക്രിയ ചെയ്യുന്ന, അതായത് നമ്മുടെ വെർബ് പെർഫോം ചെയ്യുന്ന വ്യക്തിയെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സബ്ജക്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആരാണോ പ്രവൃത്തി ചെയ്യുന്നത് അയാളാണ് കർത്താവ് അല്ലെങ്കിൽ സബ്ജക്റ്റ്. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വെർബിനോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. എന്താ ചോദിക്കുന്നതെന്ന് വെച്ചാൽ, ഹൂ ഓർ വാട്ട്. വെർബിനോട്, ക്രിയയോട് നമ്മൾ ചോദിക്കും ആരെ അല്ലെങ്കിൽ എന്തിനെ എന്ന ചോദ്യം ചോദിക്കുമ്പോൾ ആ സെന്റൻസിൽ ഉത്തരം നൽകുന്നത് ആരാണോ അതായിരിക്കും എന്ത്? ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ സബ്ജക്റ്റും ഒബ്ജക്റ്റും എന്താണെന്ന് മനസ്സിലായി. സബ്ജക്റ്റിന് പ്രാധാന്യം കൊടുക്കുന്നതാണ് ആക്റ്റീവ് വോയിസ്, ഒബ്ജക്റ്റിന് പ്രാധാന്യം കൊടുക്കുന്നതാണ് പാസീവ് വോയിസ്. വെർബിനോട് ഹൂ അല്ലെങ്കിൽ വാട്ട് എന്ന് ചോദിക്കുമ്പോൾ ഉത്തരം തരുന്നതായിരിക്കും നമ്മുടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഒരു സെന്റൻസിന്റെ ബേസിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ് എന്നായിരിക്കും. എക്സാമ്പിൾ ആയിട്ട് നമുക്കൊരു സെന്റൻസ് എടുക്കാം. ഷീ ഈറ്റ്സ് മാംഗോസ്. ഇതാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ്. ഷീ ഈറ്റ്സ് മാംഗോസ്. ഇവിടെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ആ പ്രവൃത്തി ചെയ്യുന്നയാൾ, ഇവിടുത്തെ പ്രവൃത്തി എന്താ? ഈറ്റ് എന്ന പ്രവൃത്തി. ആ പ്രവൃത്തി ചെയ്യുന്നയാളാണ് നമ്മുടെ സബ്ജക്റ്റ്. അപ്പൊ ഇവിടുത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്ന ആരായിരിക്കും? ഷീ ആണ് ഇവിടെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. വെർബ് എന്ന് പറഞ്ഞാലോ ക്രിയ. എന്ത് ക്രിയ? ഈറ്റ് എന്നുള്ള ക്രിയ ചെയ്യുന്ന, അതാണ് ഇവിടുത്തെ ക്രിയ. അപ്പൊ വെർബ് എന്ന് പറയുന്നത് ഈറ്റ് ആയിരിക്കും. ഇനി നമ്മൾ ഒബ്ജക്റ്റ് കണ്ടുപിടിക്കാൻ പോവാം. നമ്മൾ ഒബ്ജക്റ്റ് കണ്ടുപിടിക്കുമ്പോൾ വെർബിനോട് നമുക്ക് ചോദിക്കണം എന്താ? ഹൂ ഓർ വാട്ട്. അപ്പൊ ചോദിക്കുകയാണ് നമ്മൾ വെർബിനോട് ഹൂ ഈറ്റ്. അതൊരു അർത്ഥമില്ലാത്ത ഇതാണല്ലേ. വാട്ട് ഈറ്റ്, എന്താണ് കഴിച്ചത് എന്ന് ചോദിക്കുമ്പോൾ എന്താണ് ആൻസർ നമുക്ക് കിട്ടുന്നത്? മാംഗോസ്. അപ്പോ ഇവിടുത്തെ ഒബ്ജക്റ്റ് ഏതാണ്? മാംഗോസ് ആണ് ഇവിടെ ഒബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. ഇത് ആക്റ്റീവ് വോയിസ് ആണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുത്തേക്കുന്നത്. സബ്ജക്റ്റിനാണ് പ്രാധാന്യം വന്നിരിക്കുന്നത്. ഇത് ആക്റ്റീവ് വോയിസ് ആണ്. ഇനി ഇതിനെ എങ്ങനെ പാസീവിലോട്ട് മാറ്റാമെന്ന് പറയാം. ആക്റ്റീവ് വോയിസിലുള്ള സെന്റൻസിന്റെ ഫോം എന്ന് പറഞ്ഞാൽ എന്താണ്? സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ് ആണല്ലോ. ഇനി പാസീവ് വോയിസിന്റെ ഫോം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഞാൻ അതൊന്ന് എഴുതാം. ഒബ്ജക്റ്റ് പ്ലസ് ബി പ്ലസ് V3 പ്ലസ് ബൈ പ്ലസ് ഏജന്റ്. എഴുതുമ്പോൾ ഇത് വലിയ സംഭവം തോന്നുന്നുണ്ടെങ്കിൽ പേടിക്കൊന്നും വേണ്ട, സിമ്പിൾ ആണ് കാര്യം. ഈ ബിയുടെ ഫോംസ് ഏതൊക്കെയാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ബി എന്ന് പറയുമ്പോൾ ഏതൊക്കെയാ വരുന്നത്? ഈസ്, ആം, ആർ, വാസ്,
വെയർ, ബി, ബീയിങ്, ബീങ്. ഇത്രയാണ് നമ്മുടെ ബിയുടെ ഫോമുകൾ. അപ്പോൾ ഒബ്ജക്റ്റ് പ്ലസ് ബിയുടെ ഡിഫറെന്റ് ഫോം പ്ലസ് വെർബിന്റെ തേർഡ് ഫോം പ്ലസ് ബൈ പ്ലസ് ഏജന്റ്. ഇവിടെ ഈ ഒബ്ജക്റ്റ് നമുക്ക് ആക്റ്റീവ് വോയിസ് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. അപ്പൊ അത് നമുക്ക് ഫസ്റ്റ് ടേം ആയിട്ട് എഴുതും. പിന്നീട് ഈ ഒബ്ജക്റ്റിനനുസരിച്ച് നമ്മുടെ ബിയുടെ ഫോം കൊടുക്കും. എന്നിട്ട് സെന്റൻസിലുള്ള വെർബിനനുസരിച്ച് അതിന്റെ V3 ഫോം, പിന്നെ ഈ ബൈ എന്ന് പറയുന്ന ടേം വരും. പിന്നെ ഏജന്റ്. ഏജന്റ് എന്ന് പറയുന്നത് എങ്ങനെ എഴുതുന്നതെന്ന് ഞാൻ പറയാം. ആക്റ്റീവ് വോയിസിലെ സബ്ജക്റ്റ് പാസീവ് വോയിസിൽ ഏജന്റ് ആയിട്ട് മാറും. അതിന്റെ ആ ചേഞ്ച് എങ്ങനെയാന്ന് ഞാൻ ഇവിടെ സൈഡിൽ എഴുതാം. ഇപ്പം ആക്റ്റീവ് വോയിസില് സബ്ജക്റ്റ്, പാസീവ് വോയിസിൽ ഏജന്റ് ആയിട്ട് മാറും. ഇപ്പം ആക്റ്റീവ് വോയിസിലെ സബ്ജക്റ്റ് ഐ ആണ് എങ്കിൽ അത് പാസീവ് വോയിസിൽ മീ ആയിട്ട് മാറും. ആക്റ്റീവ് വോയിസിലെ സബ്ജക്റ്റ് വി ആണെങ്കിൽ പാസീവ് വോയിസിൽ അത് അസ് ആകും. ആക്റ്റീവ് വോയിസിൽ സബ്ജക്റ്റ് ഹീ ആണ് എങ്കിൽ അതിനെ പാസീവിലോട്ടാകുമ്പോൾ അത് എന്തായിട്ട് മാറും? ഹിം ആയി മാറും. സബ്ജക്റ്റ് ഷീ ആണ് എങ്കിൽ പാസീവ് വോയിസിൽ അത് ഹെർ ആയി മാറും. ദേ എന്നുള്ളത് പാസീവില് ദെം ആവും. ഇറ്റ് അങ്ങനെ തന്നെ റീറ്റെയിൻ ചെയ്യും, ഇറ്റ് തന്നെയായിരിക്കും. യു എന്നുള്ളത് യു തന്നെയായിട്ട് നിൽക്കും. അപ്പൊ ഇത്രയുമാണ് ആക്റ്റീവ് വോയിസിലെ സബ്ജക്റ്റുകളും അത് പാസീവ് വോയിസിൽ ഏജന്റ് ആയിട്ട് മാറുമ്പോൾ എങ്ങനെയാണെന്നുള്ള കാര്യമാണ് നമ്മളിവിടെ എഴുതിയത്. ഇനി നമുക്ക് ഈ എക്സാമ്പിൾ ഷീ ഈറ്റ്സ് മാംഗോസ് എന്നുള്ള എക്സാമ്പിളിനെ എങ്ങനെയാണ് പാസീവിലേക്ക് മാറ്റുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞു ഇതിലെ സബ്ജക്റ്റ് ഷീ ആണ്, വെർബ് ഈറ്റ്സ് ആണ്, ഒബ്ജക്റ്റ് മാംഗോസ് ആണ്. അപ്പൊ ഇവിടെ ഇതിനെ പാസീവിലേക്കാകുമ്പോൾ ആദ്യം നമ്മൾ എന്തെഴുതും? മാംഗോസ്. ഒബ്ജക്റ്റ് അല്ലേ എടുത്തെഴുതണ്ടേ? ഒബ്ജക്റ്റ് ആണ് എന്ത്? മാംഗോസ്. അത് ആദ്യം എഴുതി. അടുത്തത് എന്താ? ബിയുടെ ഫോം ചേർക്കണം. നമ്മൾ പറഞ്ഞു ഇതൊക്കെയാണ് ബിയുടെ ഫോം. സീ, സാം, ആർ, വാസ്, വെയർ, ബി, ബീയിങ്, ബീങ്. അവിടെ നമ്മൾ സെന്റൻസിലെ നമ്മുടെ ആക്റ്റീവ് വോയിസിലെ സെന്റൻസിന്റെ ടെൻസ് നമ്മൾ നോക്കും. ഷീ ഈറ്റ്സ് മാംഗോസ് അത് പ്രസന്റ് ടെൻസ് ആണ്. അപ്പൊ നമുക്ക് അതിൽ വരുന്നത് ഈ, സാം, ആർ ഇതിലേതെങ്കിലും ഒരെണ്ണം നമുക്ക് അവിടെ കൊടുക്കാം. ഇനി ഇവിടെ ഈ മാംഗോസ് എന്നുള്ളത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? മാംഗോസ് എന്നുള്ളത് പ്ലൂറൽ ആണല്ലേ. അപ്പൊ ഇതിന്റെ അകത്ത് ആർ എന്നുള്ള ബിയുടെ ഫോം ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. മാംഗോസ് എന്ന ടേം പ്ലൂറൽ ആയതുകൊണ്ട് ബിയുടെ ഫോമായ പ്ലൂറൽ ഫോമിലെ ആർ നമ്മൾ എടുത്തു. ഇനി V3 ഈറ്റ് എന്നുള്ള വെർബിന്റെ തേർഡ് ഫോം എടുക്കണം. ഏതാണ് ഈറ്റിന്റെ തേർഡ് ഫോം? ഈറ്റ്, എയ്റ്റ്, ഈറ്റൺ. അപ്പൊ നമ്മൾ എഴുതി ഈറ്റൺ. പിന്നെ ബൈ എന്ന് പറയുന്ന ടേം അതുപോലെ തന്നെ എഴുതും. നമുക്ക് ഏജന്റിനെ കൊടുക്കണം. എങ്ങനെയാണ് ഏജന്റ്? ഇവിടുത്തെ സബ്ജക്ട് ഏതാ? ഷീ ആണല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ പാസീവ് വോയിസിൽ ഷീ എന്താവും? ഹെർ ആയി മാറും. അപ്പൊ ഇതാണ് ഇതിന്റെ പാസീവ് വോയിസ്. ഷീ ഈറ്റ്സ് മാംഗോസ് എന്നുള്ളതിന്റെ പാസീവ് വോയിസ് ആണ് എന്ത്? മാംഗോസ് ആർ ഈറ്റൺ ബൈ ഹെർ. മനസ്സിലായോ? ഇങ്ങനെയാണ് നമ്മൾ പാസീവ് വോയിസ് എഴുതുന്നത്. ഇനി ഒരു ചോദ്യം, PSC മുൻപ് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം നമുക്കൊന്ന് നോക്കാം. ദ പാസീവ് ഫോം ഓഫ് ദ ചൈൽഡ് ബ്രോക്ക് ദ ടോയ്സ് ഈസ്. അപ്പൊ ഇവിടുത്തെ ആക്റ്റീവ് വോയിസ് ഉള്ള സെന്റൻസ് എന്താണ്? ദ ചൈൽഡ് ബ്രോക്ക് ദ ടോയ്സ്. അപ്പൊ ഇതിൽ നമുക്ക് സബ്ജക്ട്, വെർബ്, ഒബ്ജക്ട് ഏതൊക്കെയാണെന്ന് എഴുതാം. സബ്ജക്ട് ഏതായിരിക്കും? ദ ചൈൽഡ് എന്നുള്ളതാണ് നമ്മുടെ സബ്ജക്ട് അല്ലെ. ആ പ്രവൃത്തി ചെയ്യുന്ന ആളെയാണല്ലോ നമ്മൾ സബ്ജക്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ബ്രോക്ക് അല്ലെങ്കിൽ ബ്രേക്ക് എന്ന് പറയുന്ന ടോയ്സ് ബ്രേക്ക് ചെയ്തത് ആരാണ്? ചൈൽഡ് ആണല്ലേ. അപ്പൊ ആ പ്രവൃത്തി ചെയ്ത ചൈൽഡ് ആണ് ഇവിടെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. അടുത്തത് നമ്മുടെ വെർബ് ഏതാ? ബ്രോക്ക്. അതായത് ബ്രേക്കിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ബ്രോക്ക് എന്ന് പറയുന്നത്. ഞാനിവിടെ എഴുതാം ബ്രേക്ക്, ബ്രോക്ക്, ബ്രോക്കൺ. ഇതാണ് ബ്രേക്കിന്റെ 3 ഫോം. അപ്പൊ ഇതിൽ നോക്കിക്കേ, ബ്രോക്ക് എന്നത് പാസ്റ്റിലുള്ള ഒരു സെന്റൻസ് ആണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി. കാരണം ഈ ടെൻസ് മനസ്സിലാക്കിയിട്ട് വേണം ആ ബി ഫോം നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി. അപ്പൊ ടെൻസ് ഏതാന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. എഗെയിൻ ദ ടോയ്സ് എന്നുള്ളതുണ്ട്. അപ്പൊ ഇതെന്തായിരിക്കും? ഒബ്ജക്റ്റ് ആയിരിക്കും. നമുക്ക് സബ്ജക്റ്റ് കിട്ടി, വെർബ് കിട്ടി, ഒബ്ജക്റ്റ് കിട്ടി. ഇനി എന്ത് ചെയ്യണം? നമുക്ക് ഇതിനെ മാറ്റി എഴുതണം. മാറ്റി എഴുതുമ്പോൾ എങ്ങനെ മാറും? ഈ ഒബ്ജക്റ്റ് ആക്റ്റീവ് വോയിസിലെ ഒബ്ജക്റ്റ് പാസീവ് വോയിസിലെ സബ്ജക്റ്റ് ആയിട്ട് മാറും. അതല്ല എങ്കിൽ നമുക്ക് അതിന്റെ ഫോമാറ്റ് ഇപ്പൊ ഞാൻ കുറച്ച് മുമ്പ് എഴുതിയായിരുന്നു. എങ്ങനെയാണ്? ഒബ്ജക്റ്റ് പ്ലസ് ബിയുടെ ഫോംസ്, ബി ഫോം പ്ലസ് V3 ഫോം ഓഫ് വെർബ്
പ്ലസ് ബൈ പ്ലസ് ഏജന്റ്. നമ്മുടെ ഒബ്ജക്റ്റ് ഏതായിരുന്നു? ഒബ്ജക്റ്റ് ദ ടോയ്സ്. ഇനി അടുത്തത് ബിയുടെ ഫോം. ബിയുടെ ഫോം ആണ് ഈസ്, ആം, ആർ, വാസ്, വെയർ. ദ ടോയ്സ് എന്നുള്ളത് പ്ലൂറൽ ആണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ എഴുതുകയാണ്. ബി എന്ന് പറയുന്നതൊക്കെ വരും ഈസ്, ആം, ആർ, വാസ്, വെയർ. അപ്പോൾ ഇതില് ഈ ടോയ്സ് എന്നുള്ളത് പ്ലൂറൽ ഫോം ആണ്. പ്ലൂറൽ ഫോം ആവുമ്പോൾ നമുക്ക് ഒന്നെങ്കിൽ ആർ എടുക്കാം അല്ലെങ്കിൽ വെയർ എടുക്കാം. അപ്പൊ നമ്മുടെ ഇവിടുത്തെ സ്റ്റേറ്റ്മെന്റ് എന്നത് എന്താണ്? പാസ്റ്റ് ടെൻസിലുള്ള ഒരു സെന്റൻസ് ആണ്. അതുകൊണ്ട് പാസ്റ്റിലുള്ള വെയർ നമ്മൾ ചൂസ് ചെയ്യും. അപ്പൊ എഴുതി ദ ടോയ്സ് വെയർ. ഈ V3 ഫോം. വെർബ് ഏതാണ് ഇവിടുത്തെ? ബ്രോക്ക്. അതിന്റെ V3 ഫോം ആണ് നമ്മൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ബ്രോക്കൺ. ദ ടോയ്സ് വെയർ ബ്രോക്കൺ. പിന്നെ ബൈ എന്നുള്ളത് എഴുതും. ഏജന്റ്. നമ്മുടെ ആക്റ്റീവ് വോയിസിലെ സബ്ജക്ട് ഏതാണ്? ദ ചൈൽഡ് എന്നാണ്. അപ്പൊ അത് അങ്ങനെ തന്നെ എഴുതിയാൽ മതി. ഹിയോ ഷീയോ അങ്ങനെയുള്ളതൊക്കെ വരുമ്പോഴാണ് ഞാൻ മാറ്റം പറഞ്ഞത്. അപ്പൊ ഇവിടെ ബൈ ഏജന്റ് എന്താവും? സബ്ജക്ട് തന്നെയായിട്ട്, മീൻസ് ആക്റ്റീവ് വോയിസിലെ സബ്ജക്ട് തന്നെ ഇവിടെ ഏജന്റ് ആയിട്ട് എഴുതാം. ബൈ ദ ചൈൽഡ്. എഴുതിയത് മനസ്സിലായോ നിങ്ങൾക്ക്? ആദ്യം നമ്മൾ ഒബ്ജക്റ്റ് എഴുതും, പിന്നെ ബിയുടെ ഫോം നമ്മുടെ ഒബ്ജക്റ്റിനനുസരിച്ച് നമ്മൾ എഴുതും, പിന്നെ V3 എഴുതും, ബൈ കൊടുക്കും, ഏജന്റ് കൊടുക്കും. ദ ടോയ്സ് വെയർ ബ്രോക്കൺ ബൈ ദ ചൈൽഡ്. അപ്പൊ ഇതിന്റെ ആൻസർ വരുന്നത് ഏതായിരിക്കും? ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ ഉത്തരം വരുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇത് വേറൊരു, അതായത് ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസിൽ പല ടൈപ്പുകളുണ്ട്. ഇത് അടുത്തൊരു ടൈപ്പ് ചോദ്യം. മാക്സിമം ഡിഫറെന്റ് ആയിട്ടുള്ളത് ഇൻക്ലൂഡ് ചെയ്ത് ആണ് നമ്മൾ ഈ സീരീസ് തയ്യാറാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. Choose the most appropriate passive voice for the given statement. The postman has delivered the letter. ഇവിടുത്തെ ആക്റ്റീവ് വോയിസിൽ തന്നിരിക്കുന്ന സെന്റൻസ് ഏതാണ്? ദ പോസ്റ്റ്മാൻ ഹാസ് ഡെലിവേർഡ് ദ ലെറ്റർ. ഈ സെന്റൻസിന്റെ ടെൻസ് നോക്കിക്കേ. ഇതേതാ? പെർഫെക്റ്റ് ടെൻസ് ആണ് അല്ലെ? ഇത് പെർഫെക്റ്റ് ടെൻസിലുള്ള സെന്റൻസ് ആണ്. ഇതിന്റെ പാസീവ് വോയിസ് എഴുതുമ്പോൾ ഒരു ചെറിയ മാറ്റം നമ്മൾ ആദ്യം എഴുതിയ ഇതിനെ കൊണ്ടുവരണം. ഇവിടെ പാസീവ് വോയിസ് എഴുതുമ്പോൾ ഒബ്ജക്റ്റ് അതുപോലെ തന്നെ നമ്മൾ എഴുതും. ആ ബി എന്നുള്ളതിന് പകരം ഇവിടെ എന്ത് കൊടുക്കണം? ഹാസ് ഓർ ഹാവ് ഓർ ഹാഡ് പ്ലസ് ബീൻ, പിന്നെ ബാക്കി അതുപോലെ തന്നെ പ്ലസ് V3 പ്ലസ് ബൈ പ്ലസ് നമ്മുടെ ഏജന്റ്, അല്ലെങ്കിൽ നമ്മുടെ സബ്ജക്റ്റ് അത് അങ്ങനെയാണോ അങ്ങനെ. അപ്പൊ ആകെപ്പാടെ മാറ്റമുള്ളത് ഇതാ, ഇത്രയും ഭാഗത്തിനെ മാറ്റുള്ളൂ. പെർഫെക്റ്റ് ടെൻസ് ആണ് വരുന്നത് എങ്കിൽ, മറ്റേ നോർമലി നമ്മൾ ചെയ്യുമ്പോൾ എങ്ങനെ വരുന്നു? ഒബ്ജക്റ്റ് പ്ലസ് ബി പ്ലസ് V3 പ്ലസ് ബൈ പ്ലസ് ഏജന്റ് എന്നായിരുന്നു. അപ്പൊ അതിലെ ബിക്ക് പകരം പെർഫെക്റ്റ് ടെൻസ് ആണ് എങ്കിൽ എന്ത് വരും? ഹാസ് ഓർ ഹാവ് ഓർ ഹാഡ് പ്ലസ് ബീൻ എന്ന ഭാഗം മാറ്റി വരും. അത്ര മാത്രമേ വ്യത്യാസമുള്ളൂ കേട്ടോ. അപ്പൊ നമുക്കിത് നോക്കാം. ദ പോസ്റ്റ്മാൻ ഹാസ് ഡെലിവേർഡ് ദ ലെറ്റർ. അപ്പൊ ഇവിടുത്തെ സബ്ജക്റ്റ് ഏതാണ്? ദ പോസ്റ്റ്മാൻ എന്നുള്ളതാണ് നമ്മുടെ സബ്ജക്റ്റ്. ഡെലിവേർഡ് എന്നുള്ളതാണ് നമ്മുടെ വെർബ്. ദ ലെറ്റർ ആരെ അല്ലെങ്കിൽ എന്തിനെ എന്ന ചോദ്യത്തിന് ഉത്തരം തരുന്നത് ആരാണ്? ആരെ ഡെലിവർ ചെയ്തു അല്ലെങ്കിൽ എന്തിനെ ഡെലിവർ ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ ദ ലെറ്റർ എന്നാണ് നമുക്ക് ഉത്തരം കൊടുക്കാൻ പറ്റുന്നത്. എന്തിനെ ഡെലിവർ ചെയ്തു? ദ ലെറ്റർ. അപ്പൊ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ദ ലെറ്റർ ആയിരിക്കും. അപ്പൊ ഇനി നമുക്ക് ഇതിനെ പാസീവ് ആക്കാൻ എളുപ്പമാണല്ലോ. ഇത് നോക്കിക്കേ, ഇതിൽ ഹാസ് എന്നൊരു ടേം വന്നു. അതുകൊണ്ടാണ് കേട്ടോ ഇത് പെർഫെക്റ്റ് ആണെന്ന് മനസ്സിലാക്കിയത്. അപ്പൊ ഒബ്ജക്റ്റ് നമുക്ക് എഴുതാം ദ ലെറ്റർ. ദ ലെറ്റർ പ്ലസ് ഹാസ് ആണോ ഹാവ് ആണോ ഹാഡ് ആണോ എന്ന് നമുക്ക് നോക്കണം. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ നമ്മൾ ഹാസ് എടുക്കും. പ്രസന്റ് ടെൻസിലുള്ള സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ സബ്ജക്റ്റ് ഹാസ് ആയിരിക്കും. പ്രസന്റ് ടെൻസിലുള്ള പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ നമ്മൾ ഹാവ് എടുക്കും. പാസ്റ്റ് ടെൻസിലുള്ള സബ്ജക്റ്റ് ആണെങ്കിൽ നമ്മൾ ഹാഡ് കൊടുക്കും. അപ്പൊ ഇതെന്താ? ഹാസ് ഡെലിവേർഡ് എന്നാണ് തന്നേക്കുന്നത്. അപ്പൊ ഇവിടെ എന്ത് തന്നെ വരും? ഹാസ് ബീൻ എന്ന് തന്നെ വരും. ഇതിൽ ഹാസ് ആയതുകൊണ്ട് നമ്മൾ ഇവിടെയും സബ്ജക്റ്റ് സിംഗുലർ ആണ്, അതുകൊണ്ട് നമ്മൾ എന്തെന്ന് കൊടുക്കും? ഹാസ് എന്ന് തന്നെ കൊടുക്കും. മനസ്സിലായോ? ഇവിടെ സബ്ജക്റ്റ് സിംഗുലർ ആണ്. ദ ലെറ്റർ എന്നുള്ള സബ്ജക്റ്റ് ആണ് വന്നേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഹാസ് ഓർ ഹാവ് ഓർ ഹാഡില് ഹാസ് ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. കാരണം നമ്മുടെ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആയതുകൊണ്ട് നമ്മൾ ഹാസ് എടുക്കും. പ്ലസ് ബീൻ, ബീൻ കൊടുക്കും. എന്നിട്ട് V3 എന്ന് പറയുമ്പോൾ ഏതാ? ഡെലിവർ എന്നുള്ള വേർഡാണ്, വെർബാണ് ഇവിടെ നമ്മൾ ഉപയോഗിച്ചേക്കുന്നത്. ഡെലിവറിന്റെ V3 ഫോമും ഡെലിവേർഡ് എന്നാണ്. അപ്പൊ നമ്മൾ അതിവിടെ എഴുതും ഹാസ് ബീൻ ഡെലിവേർഡ് ബൈ, അതുപോലെ തന്നെ എഴുതും പ്ലസ് ഏജന്റ്. ഏജന്റ് എന്താണ്? നമ്മുടെ ആക്റ്റീവ് വോയിസിലെ സബ്ജക്ട് തന്നെയാണ് ഇതിൽ ഏജന്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇവിടുത്തെ സബ്ജക്ട് ദ പോസ്റ്റ്മാൻ ബൈ
ദ പോസ്റ്റ്മാൻ. അപ്പൊ എങ്ങനെ വരും നമ്മുടെ പാസീവ് വോയിസ്? ദ ലെറ്റർ ഹാസ് ബീൻ ഡെലിവേർഡ് ബൈ ദ പോസ്റ്റ്മാൻ. അപ്പൊ ഇവിടുത്തെ ആൻസർ ഏതാ വരുന്നത്? ഓപ്ഷൻ സി അല്ലെ. ദ ലെറ്റർ ഹാസ് ബീൻ ഡെലിവേർഡ് ബൈ ദ പോസ്റ്റ്മാൻ. ഓപ്ഷൻ സി ആണ് ഇതിന്റെ ഉത്തരം വരുന്നത്. ഇനി നമുക്ക് ഡിഗ്രി ലെവൽ പ്രിലിംസിൽ ചോദിച്ച ചോദ്യം ഒന്ന് നോക്കാം. ആർ വി നോട്ട് ഗോയിങ് ടു ഫിനിഷ് ദ ലെസൺ ടുഡേ, ചേഞ്ച് ഇൻ ടു പാസീവ് വോയിസ്. ഇതിനെ പാസീവ് വോയിസിലോട്ട് മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഗോയിങ് ടു എന്നൊരു ടേം നമ്മുടെ സെന്റൻസിൽ ഉണ്ട് എങ്കിൽ നമ്മൾ അതിനെ പാസീവ് വോയിസിലോട്ട് മാറ്റുമ്പോൾ ഗോയിങ് ടു ബി എന്ന് ചേർക്കണം. ഗോയിങ് ടു ബി എന്ന് ചേർക്കണം. ഗോയിങ് ടു ഒരു V1 ഫോം, ഫിനിഷ്. അപ്പൊ ഇതിനെ പാസീവിലോട്ട് മാറ്റുമ്പോൾ ഗോയിങ് ടു ബി പ്ലസ് V3 ഫോം വരും. അപ്പൊ ഇതെങ്ങനെ വരും? ഗോയിങ് ടു ഫിനിഷ് എന്നുള്ളത് പാസീവിലേക്ക് മാറുമ്പോൾ ഗോയിങ് ടു ബി ഫിനിഷ്ഡ് എന്നും. അപ്പൊ ഈ 4 ഓപ്ഷൻ തന്നേക്കുന്നതിൽ ഗോയിങ് ടു ബി ഫിനിഷ്ഡ് എന്നുള്ളത് ഓപ്ഷൻ എയിൽ മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആയിരിക്കും. ഇനി അടുത്ത ചോദ്യം നോക്കാം. 80ാമത്തെ ചോദ്യം. ഹിസ് ടീച്ചർ ട്രൈഡ് അറ്റ് കറക്റ്റ് ഹിം ബൈ ഗിവിംഗ് വാല്യുബിൾ അഡ്വൈസസ്. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം ഇത് എന്താണ് ഈ സെന്റൻസിലെ മിസ്റ്റേക്ക് എന്ന്. നമുക്ക് ആദ്യം ഫസ്റ്റ് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഇതാ ഇവിടെ ട്രൈഡ് അറ്റ്. ഈ ട്രൈഡ് അറ്റ് എന്ന് പറയുന്നത് തെറ്റാണ്. എപ്പോഴും ട്രൈഡിന്റെ കൂടെ ടു എന്ന പ്രപ്പോസിഷൻ ആണ് വരുള്ളൂ. ട്രൈഡ് ടു, ട്രൈ ടു എന്നതാണ് പ്രപ്പോസിഷൻ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഓപ്ഷൻ ഡി എലിമിനേറ്റ് ചെയ്ത് കളയാം. ട്രൈഡ് അറ്റ് എന്ന് അവിടെ വന്നേക്കുന്നത്. ബാക്കി 3 എണ്ണം, ഇതിൽ 3 എണ്ണത്തിലും ഏതാണ് ശരിയായിട്ടുള്ളത് നോക്കണം. നോക്കിക്കേ, 3 ഓപ്ഷൻ ഒന്ന് വായിക്കുക. ഹിസ് ടീച്ചർ ട്രൈ ടു കറക്റ്റ് ഹിം ബൈ ഗിവിംഗ് വാല്യുബിൾ അഡ്വൈസസ്. ഹിസ് ടീച്ചർ ട്രൈ ടു കറക്റ്റ് ഹിം ബൈ ഗിവിംഗ് വാല്യുബിൾ അഡ്വൈസസ്. ഹിസ് ടീച്ചർ ട്രൈ ടു കറക്റ്റ് ഹിം ബൈ ഗിവിംഗ് വാല്യുബിൾ അഡ്വൈസ്. ഇവിടെ ഡിഫറൻസ് വന്ന് ഈ 3 എണ്ണത്തിൽ ഇനി വ്യത്യാസം വരുന്നത് ഇതാ അഡ്വൈസസ്, അഡ്വൈസസ്, അഡ്വൈസ്. ഇത്രയാണ് വ്യത്യാസം വരുന്നത്. ഇതെന്താണ് ഇവിടെ വരുന്ന വ്യത്യാസം എന്ന് ഞാൻ പറഞ്ഞു തരാം. 2 പദങ്ങൾ അഡ്വൈസ്, അഡ്വൈസ്. ഇത് തമ്മിൽ എന്താ വ്യത്യാസമുള്ളത്? ഇവിടെ സിയും ഇവിടെ എസും ആണല്ലേ. അഡ്വൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉപദേശമാണല്ലേ. ഉപദേശം, ആ ഒരു പദം നാമരൂപത്തിൽ ഉപയോഗിക്കുകയാണ് എങ്കിൽ സി വെച്ചിട്ടുള്ള അഡ്വൈസ് വരും. ഇത് നൗൺ ഫോമിലാണ് എങ്കിൽ സി ആയിരിക്കും വരുന്നത്. നൗൺ ഫോമിലാണ് എങ്കിൽ സി വെച്ച് നമ്മൾ അഡ്വൈസ് എഴുതും. ഇനി ഉപദേശിക്കുക എന്ന വെർബാണ് എങ്കിൽ അവിടെ എസ് വരും. വെർബ് ഫോമാണ് എസ് ചേർത്തിട്ടുള്ള അഡ്വൈസ്. ക്ലിയർ ആയോ? നൗൺ ഫോം ആണെങ്കിൽ സി വരും, വെർബ് ആണെങ്കിൽ എസ് വെച്ചിട്ടുള്ളത് വരും. ഇത് ഞാൻ ഓർത്ത് വെച്ചേക്കണത് ഇങ്ങനെയാണ്. നമുക്ക് എൻ കഴിഞ്ഞിട്ടാണല്ലോ വി വരുന്നത്. അപ്പൊ ആദ്യം വരുന്നത് നൗണും പിന്നെ വരുന്നത് വെർബും. അഡ്വൈസിന്റെ ആൽഫബറ്റ്സിന്റെ ഓർഡറിൽ ആദ്യം വരുന്നത് സിയും പിന്നെ വരുന്നത് എസും. അപ്പൊ അങ്ങനെ ആവുമ്പോൾ സി വരുന്നത് നൗണും എസ് വരുന്നത് വെർബും. ഞാൻ ഓർത്ത് വെച്ചൊരു രീതി നിങ്ങൾക്ക് പറഞ്ഞു എന്നുള്ളൂ. ഉപകാരപ്പെടുമെങ്കിൽ നിങ്ങളത് ഓർത്ത് വയ്ക്കുക. അല്ലാത്തവര് നോർമൽ രീതിയിൽ തന്നെ കിട്ടുമെങ്കിൽ അങ്ങനെ ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പൊ നൗൺ ഫോമിലുള്ളതാണ് എങ്കിൽ സി വരും. ഉപദേശം എന്നുള്ളത് വേർബ് ഫോമിലാ വരിക എങ്കിൽ എസ് വരും. അപ്പൊ ഇവിടെ എന്താ ഈ സെന്റൻസ് കൊണ്ട് അർത്ഥമാക്കുന്നത്? ഹിസ് ടീച്ചർ ട്രൈ ടു കറക്റ്റ് ഹിം ബൈ ഗിവിംഗ് വാല്യുബിൾ അഡ്വൈസസ്. അപ്പൊ വാല്യുബിൾ അഡ്വൈസസ്, നല്ല ഉപദേശങ്ങൾ അവന് നൽകി അവനെ കറക്റ്റ് ചെയ്തു. അപ്പൊ അവിടെ ആ ഉപദേശം എന്നുള്ളത് നൗൺ ഫോമിലാണല്ലോ വരേണ്ടത്. അപ്പൊ ഏത് വരും? നൗൺ എന്ന് പറയുമ്പോൾ സി വെച്ചിട്ടുള്ള പദമാണ് നമുക്ക് ചൂസ് ചെയ്യേണ്ടത്. അപ്പൊ വീണ്ടും നമുക്ക് ഈ സി വെച്ചിട്ടുള്ള മാത്രം എടുത്താൽ മതി, എസ് വെച്ചിട്ടുള്ളത് കളയുമ്പോൾ അപ്പൊ ബി എലിമിനേറ്റ് ചെയ്തു. അപ്പൊ ഇനി എ ആണോ സി ആണോ നോക്കാം. എയില് അഡ്വൈസസ് എന്നും സിയില് അഡ്വൈസ് എന്നും തന്നേക്കുന്നത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഈ അഡ്വൈസ് എന്ന നൗൺ ഫോം ഇത് അൺകൗണ്ടബിൾ ആണ്. ഇത് എന്താണ്? അൺകൗണ്ടബിൾ നൗൺ ആണ്. നമ്മൾ പറഞ്ഞിരുന്നു നൗണിനെ നമുക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം? കൗണ്ടബിൾ എന്നും അൺകൗണ്ടബിൾ എന്നും നമുക്ക് ക്ലാസിഫൈ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. ഉപദേശം എന്ന് പറയുന്നത് എങ്ങനെയാണ്? നമുക്ക് എണ്ണാൻ പറ്റില്ല. അൺകൗണ്ടബിൾ ആണ് അഡ്വൈസ് എന്ന് പറയുന്നത്. അപ്പോ ഈ അൺകൗണ്ടബിൾ നൗൺസ് എപ്പോഴും സിംഗുലർ ഫോമിലായിരിക്കണം. അൺകൗണ്ടബിൾ നൗൺസ് എന്ത് ഫോമിലാണ്? സിംഗുലാർ ഫോമിലാണ്. അൺകൗണ്ടബിൾ സിംഗുലാർ ഫോമിലാണ്. അത് അസ് എന്ന് വേണമെങ്കിൽ ഓർക്കാം, അല്ലെങ്കിൽ US എന്ന് ഓർക്കാം, എങ്ങനെ വേണമെങ്കിലും ഓർത്ത് വെക്കാം കേട്ടോ. അൺകൗണ്ടബിൾ നൗൺ സിംഗുലാർ ഫോമിലായിരിക്കണം. അപ്പോൾ അഡ്വൈസ് എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ നൗൺ ആണ്, അതുകൊണ്ട് അത് സിംഗുലാർ ഫോമിലായിരിക്കണം. സോ
നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി അഡ്വൈസ് എന്ന് പറയുന്നതായിരിക്കും. മനസ്സിലായോ? അപ്പൊ ഇതിന്റെ അകത്ത് വന്നിരിക്കുന്ന 2 മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ട്രൈഡ് അറ്റ് എന്ന് വരില്ല, ട്രൈഡ് ടു എന്നാണ് വരുന്നത്. അപ്പൊ അതിവിടെ ഓക്കെ ആയി. പിന്നെ അഡ്വൈസിന്റെ കാര്യം നമ്മൾ മനസ്സിലാക്കിയെടുത്തു. അതിൽ നൗൺ ഫോമിലുള്ള അഡ്വൈസ് നമുക്ക് ചൂസ് ചെയ്യണം. അത് സി വെച്ച് വരുന്നതാണ് നമ്മുടെ നൗൺ ഫോമിലുള്ള അഡ്വൈസ്. അത് അഡ്വൈസ് എന്നത് അൺകൗണ്ടബിൾ ആണ്, അതുകൊണ്ട് എപ്പോഴും അതിന്റെ സിംഗുലർ ഫോം വേണം നമുക്ക് ചൂസ് ചെയ്യാൻ. അതുകൊണ്ട് അഡ്വൈസ് എടുക്കും, അഡ്വൈസസ് എന്നുള്ളത് നമ്മൾ ഇഗ്നോർ ചെയ്യും. അപ്പൊ ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഇനി ഇതുപോലെ സെന്റൻസ് കറക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് PSC മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള 2 ചോദ്യം നമുക്കൊന്ന് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ഗ്രാമാറ്റിക്കലി കറക്റ്റ്? 4 സെന്റൻസ് തന്നിട്ടുണ്ട്. ഷീ വെന്റ് ടു ദ സ്റ്റോർ യെസ്റ്റർഡേ. ഷീ വാക്ക് 2 miles ദിസ് മോർണിംഗ്. ദേ ഹാവ് ഈറ്റഡ് ലഞ്ച് ഓൾറെഡി. വി ഗോയിങ് ടു ദ പാർക്ക് ടുമോറോ. നമുക്ക് ഓരോ സെന്റൻസ് ആയിട്ട് നോക്കാം അല്ലെ. ആദ്യത്തെ സെന്റൻസ് എന്താണ്? ഷീ വെന്റ് ടു ദ സ്റ്റോർ യെസ്റ്റർഡേ. ചില കീവേഡ്സ് അല്ലെങ്കിൽ ടൈമിംഗ് വേർഡ്സ് ഉണ്ട്. യെസ്റ്റർഡേ, ലാസ്റ്റ് ഡേ, ലാസ്റ്റ് ടൈം, ലാസ്റ്റ് ചേർത്ത് വരുന്ന പദങ്ങൾ, യെസ്റ്റർഡേ അങ്ങനെയൊക്കെ വരുന്നത് പാസ്റ്റ് ടെൻസിനെയാണ് കുറിക്കുന്നത്. ക്ലിയർ? സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആയിരിക്കും അത്. അപ്പൊ അങ്ങനെയാണ് ഇവിടെ വെന്റ് എന്നുള്ള ഗോയുടെ പാസ്റ്റ് ടെൻസ് ആണ്. ഗോ, വെന്റ്, ഗോൺ. അപ്പൊ ക്ലിയർ ആണല്ലോ. ഇവിടെ പാസ്റ്റ് ടെൻസ് ആണ് വന്നേക്കുന്നത്. അപ്പൊ യെസ്റ്റർഡേ എന്ന് പറയുന്ന കീവേഡ് ഇവിടെ ഉണ്ട്, ടൈമിംഗ് വേർഡ് ഉണ്ട്. യെസ്റ്റർഡേ എന്ന ടൈമിംഗ് വേർഡ് അതിലുണ്ടെങ്കിൽ ആ സബ്ജക്റ്റ് പാസ്റ്റ് ടെൻസിലായിരിക്കണം. ഇവിടെ നമ്മുടെ സെന്റൻസ് സിമ്പിൾ പാസ്റ്റിലാണ്. സബ്ജക്റ്റ് പ്ലസ് V2 ഫോം അല്ലെ. നോക്കിക്കേ, സബ്ജക്റ്റ് പ്ലസ് V2 ഫോം ആണല്ലോ ഈ സെന്റൻസ് കിടക്കുന്നത്. അപ്പൊ ഇതെന്താണെങ്കിലും സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. അപ്പൊ ഈ ഒരു സെന്റൻസ് ശരിയാണ്. അടുത്ത സെന്റൻസ് നോക്കാം. ഹി വാക്ക് 2 miles ദിസ് മോർണിംഗ്. ഇത് തെറ്റാണ്. എന്താ ഞാൻ ഇത് തെറ്റാന്ന് പറയാൻ കാരണം? ഇവിടെ സബ്ജക്റ്റ് ഏതാ? ഹീ ആണ് അല്ലെ. സബ്ജക്റ്റ് ഹീ ആണ്. സബ്ജക്റ്റിനോട് ചേർന്ന് കിടക്കുന്ന വേർബ് വോക്ക് എന്നുള്ളതാണ്. സബ്ജക്റ്റ് സിംഗുലർ ആണ് എങ്കിൽ നമ്മൾ വെർബിന്റെ കൂടെ എസ് ഓർ ES ചേർക്കണം. ക്ലിയർ ആയോ? സബ്ജക്റ്റ് സിംഗുലർ ആണ് എങ്കിൽ വെർബിന്റെ കൂടെ എസ് ഓർ ES ചേർക്കണം. ഇനി നമ്മുടെ സെന്റൻസ് പാസ്റ്റിലുള്ള സെന്റൻസ് ആയിരുന്നു എങ്കിൽ, സിംഗുലർ സബ്ജക്റ്റ് ആണ് എങ്കിൽ സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ ED ഫോം ചേർത്തേനെ. 2 പോസിബിലിറ്റീസ് ഇവിടെ ഉണ്ട്. നമ്മുടെ സബ്ജക്റ്റ് പ്രസന്റ് ടെൻസിലുള്ള സെന്റൻസ് ആണ് എങ്കിൽ, നമ്മുടെ സബ്ജക്ട് സിംഗുലർ ആണ് എങ്കിൽ വെർബിന്റെ കൂടെ എസ് ഓർ ES ചേർക്കണം. ഇനി സെന്റൻസ് പാസ്റ്റിലുള്ളതാണെങ്കിൽ വെർബിന്റെ കൂടെ ED വാക്ക് എന്നുള്ള ഫോം ചേർക്കണമായിരുന്നു. അപ്പൊ ഹി വാക്ക് 2 miles ദിസ് മോർണിംഗ്. ഈ മോർണിംഗിൽ അവൻ 2 മൈൽ നടന്നു എന്നാ പറയുന്നത്. അപ്പൊ ഇവിടെ സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് കൺസിഡർ ചെയ്യുന്നത് എങ്കിൽ എന്ത് വന്നേനെ? ഹി വാക്സ് എന്ന് വന്നേനെ അല്ലെ. അങ്ങനെയായിരുന്നെങ്കിൽ സെന്റൻസ് ശരിയായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെ കൊടുത്തിട്ടില്ലാത്തതുകൊണ്ട് ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇനി 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ. ദേ ഹാവ് ഈറ്റഡ് ലഞ്ച് ഓൾറെഡി. ഇത് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഹാവിനോട് കൂടി എപ്പോഴും V3 ഫോം വേണം വരാനായിട്ട് അല്ലെ. അപ്പൊ ഹാസ് ഓർ ഹാവിന്റെ കൂടെ എപ്പോഴും V3 ഫോം വേണം വരാൻ. എങ്ങനെ വരേണ്ടിയിരുന്നു? ദേ ഹാവ് ഈറ്റൺ എന്നായിരുന്നെങ്കിൽ, ഈറ്റിന്റെ 3 ഫോം ഏതൊക്കെയാണ്? ഈറ്റ്, എയ്റ്റ്, ഈറ്റൺ. അപ്പൊ V3 ഫോം ആയ ഈറ്റൺ വന്നിരുന്നെങ്കിൽ ഈ സെന്റൻസ് കറക്റ്റ് ആയിരുന്നു. അപ്പൊ ഇതും റോങ് ആണ്. അടുത്തത് നോക്കിക്കേ. വി ഗോയിങ് ടു ദ പാർക്ക് ടുമോറോ. വി ഗോയിങ് എന്ന് നമ്മൾ പറയില്ല, വി ആർ ഗോയിങ് ടു ദ പാർക്ക് അങ്ങനെ വേണം വരാൻ. അപ്പൊ അവിടെ ആ ഒരു ഓക്സിലറി വെർബിന്റെ മിസ്സിംഗ് ഉള്ളത് കൊണ്ട് ആ സെന്റൻസും തെറ്റാണ്. ഇവിടെ ആകെപ്പാടെ സെന്റൻസ് 1 മാത്രമാണ് കറക്റ്റ് ആയിട്ടുള്ളൂ. അപ്പൊ ഇവിടെ അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെ കൊടുത്തിട്ടും ഇല്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചൂസ് ചെയ്യാം? നൺ ഓഫ് ദി എബോവ് എന്നൊരു ആൻസർ നമുക്ക് ഇവിടെ ചൂസ് ചെയ്യാം. മനസ്സിലായല്ലോ? അടുത്ത ചോദ്യം നോക്കാം. സെലക്ട് ദ സെന്റൻസ് വിത്ത് ദ കറക്റ്റ് യൂസേജ് ഓഫ് വേർഡ്സ്. നമുക്ക് 4 സെന്റൻസ് തന്നില്ല, അതിൽ എന്തൊക്കെയോ മിസ്റ്റേക്കുകളുണ്ട്. അപ്പൊ ഏതാണ് കറക്റ്റ് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. ദ നൈറ്റ് റോഡ് ഹിസ് ഹോഴ്സ് ഇൻ ടു ദ സൺസെറ്റ്. നൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? നൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോരാളി കുതിരപ്പുറത്തൊക്കെ ഇരുന്ന് കുതിരയുടെ പുറത്തിരുന്ന് യുദ്ധം നയിക്കുന്ന ആ വ്യക്തിയിലെ അതിനെയാണ് നമ്മൾ നൈറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ സെന്റൻസിന്റെ അർത്ഥം എന്ന് പറയുന്നത് സൺസെറ്റിലേക്ക് ആ നൈറ്റ് പോരാളി തന്റെ കുതിരയെ ഓടിച്ചു എന്നുള്ള അർത്ഥമാണ് വരുന്നത്. അപ്പൊ കുതിരസവാരി എന്നുള്ള മീനിങ്ങിൽ വരുന്ന റൈഡ് അതിന്റെ ഇങ്ങനെയാണ് പോകുന്നത്. അതിന്റെ V3 ഫോം എന്ന് പറയുന്നത് റൈഡ്, റോഡ്, റിഡൺ. ഇതാണ് അതിന്റെ V3 ഫോം എന്ന് പറയുന്നത്. റൈഡ്, റോഡ്, റിഡൺ. കുതിരസവാരി നടത്തുക എന്നുള്ളതിന്റെ ആ റൈഡാണിത്. റൈഡ്, റോഡ്, റിഡൺ. അപ്പോൾ
ഇവിടെ ഫസ്റ്റ് നോക്കിക്കേ, ദ നൈറ്റ് റോഡ് ഹിസ് ഹോഴ്സ് ഇൻ ടു ദ സൺസെറ്റ്. ഈ റോഡ് എന്ന് പറഞ്ഞാൽ എന്താ? പാത, നമ്മുടെ റോഡില്ലേ, ആ റോഡാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ ഒരു സെന്റൻസ് ശരിയല്ല. കുതിരയെ ഓടിച്ചു എന്നാണ് വരേണ്ടത് അല്ലേ. ഇവിടെ ദ നൈറ്റ് ഇവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ ഒരു കെയും കൂടെ വന്നിരുന്നെങ്കിൽ ഇത് കറക്റ്റ് ആയേനെ. ഇതാണ് ശരിക്കും കറക്റ്റ് ആയിട്ട് വരേണ്ട ഇത്. അപ്പൊ ഇവിടെ കെ ഇല്ല. അപ്പൊ ഇത് സെന്റൻസ് കറക്റ്റ് ആണ്, കെയോടെ വന്നിരുന്നെങ്കിൽ. ദ നൈറ്റ് റോഡ് ഹിസ് ഹോഴ്സ് ഇൻ ടു ദ സൺസെറ്റ്. അപ്പൊ കറക്റ്റ് ആണ്. റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുതിരയെ ഓടിച്ച് എങ്ങോട്ട് ചെന്നു? സൺസെറ്റിലേക്ക് കുതിരയെ ഓടിച്ചു. അതാണ് അതിന്റെ അർത്ഥം. കാവ്യാത്മകമായ രീതിയിൽ പറഞ്ഞേക്കുന്നതാണ്. ദ നൈറ്റ് റോഡ് ഹിസ് ഹോഴ്സ് ഇൻ ടു ദ സൺസെറ്റ്. ഇവിടെ ഈ റോഡ് എന്ന് പറയുന്നത് കുതിര സവാരിയുടെ കറക്റ്റ് ആയിട്ടുള്ള മീനിങ് ആണ്. ഇവിടെ സിയില് ദ നൈറ്റ് റോഡ് ഹിസ് ഹോഴ്സ് ഇൻ ടു ദ സൺസെറ്റ്. ഇത് സൺസെറ്റ് എന്നുള്ള ഒരു കോമ്പോസിറ്റ് വേർഡാണ്. അതായത് അർത്ഥമുള്ള രണ്ട് പദങ്ങൾ ചേർന്ന്, രണ്ടും സെപ്പറേറ്റ് ആയിട്ട് നിന്നാലും അതിന് അർത്ഥം ഉണ്ടാവും, കമ്പൈൻഡ് ആയിട്ട് വന്നാലും അതിന് അർത്ഥമുണ്ടാവും. അപ്പോൾ ഇവിടെ സൺ എന്നുള്ള ഒരർത്ഥമുള്ള ഒരു വാക്കാണ്, സെറ്റ് എന്നുള്ളതും അർത്ഥമുള്ള ഒരു വാക്കാണ്. ഇത് തമ്മിൽ ചേർന്ന് സൺസെറ്റും അർത്ഥമുള്ള ഒരു വാക്കാണ്. അപ്പൊ ശരിക്കും അവിടെ വേണ്ടത് സൺസെറ്റ് എന്ന കോമ്പോസിറ്റ് വേർഡായിരുന്നു. ഇവിടെ അത് രണ്ടായിട്ടാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതും ഈ സെന്റൻസും തെറ്റാണ്. വീണ്ടും ഇവിടെ വന്നേക്കുന്നതും ഈ നൈറ്റിന്റെ സ്പെല്ലിംഗ് അവിടെ തെറ്റാണ്. അതുപോലെ സൺസെറ്റ് എന്നുള്ളത് കോമ്പോസിറ്റ് വേർഡ് ആയിട്ട് കൊടുത്തിട്ടില്ല. അപ്പൊ ആകെപ്പാട് ഒരു പോസിബിലിറ്റി ഉള്ളത് ഓപ്ഷൻ ബിക്കാണ്. ഈ ഓപ്ഷൻ ബിയിൽ കൊടുത്തേക്കുന്നതിൽ കെയിലവിടെ കെ ഇല്ലാതെയാണ് PSC ആൻസർ കൊടുത്തിരുന്നത്. അപ്പോൾ കെ അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് ഓപ്ഷൻ ബി ആൻസർ ആയിട്ട് എഴുതാമായിരുന്നു. 81ാമത്തെ ചോദ്യം നോക്കാം. യെസ്റ്റർഡേ Tim parked in a restricted area and the police dashed his truck. Choose the word that best completes the sentence. Impounded, imprisoned, impaled, interned. അതായത് ഈ സെന്റൻസിന്റെ അർത്ഥം പോകാത്ത രീതിയിൽ ഈ 4 വാക്കിലും ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള വേർഡ് ചൂസ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് നമ്മളോട്. അപ്പൊ ഈ സെന്റൻസിൽ എന്താ പറഞ്ഞേക്കുന്നത്? ടിം ഒരു റെസ്ട്രിക്റ്റഡ് ഏരിയയിൽ അവന്റെ ട്രക്ക് പാർക്ക് ചെയ്തു, പോലീസ് അത് കണ്ടെടുത്തു. അതാണ് ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പൊ ഈ 4 വാക്കിലും ഇംപൗണ്ടഡ് എന്ന് പറഞ്ഞാൽ പിടിച്ചെടുക്കുക എന്നൊരു മീനിങ് ആണ് ഇംപൗണ്ടഡ് വരുന്നത്. ഇംപ്രിസൺ മീൻസ് ജയിലിലാക്കി എന്നാണ്. അവിടെ വണ്ടി പിടിച്ചെടുക്കുകയേ ചെയ്തിട്ടുള്ളൂ. ഇംപ്രിസൺ മീൻസ് ജയിലിൽ അടയ്ക്കുക. ഇംപെയിൽ മീൻസ് വളച്ചു കെട്ടുക, അങ്ങനെ ഒരു മീനിങ് ആണ്. ഇന്റേണും തടവിലാക്കുക എന്നുള്ളൊരു ഇംപ്രിസണും ഇന്റേണും ഒക്കെ ഏകദേശം ഒരേ മീനിങ് ആണ്. അപ്പൊ പിടിച്ചെടുത്തു എന്നൊരർത്ഥമാണ്. വണ്ടി പിടിച്ചെടുത്തു എന്ന് പറയുമ്പോൾ ഇംപൗണ്ടഡ് ആണ് നമുക്ക് ഇവിടെ ആൻസർ വരുന്നത്. യെസ്റ്റർഡേ ടീം പാർക്ക്ഡ് ഇൻ എ റെസ്ട്രിക്റ്റഡ് ഏരിയ ആൻഡ് ദ പോലീസ് impounded his truck. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തൊരു ചോദ്യം നമുക്ക് നോക്കാം. The detective's ability to notice the dash details led to the solving of the complex mystery. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇതിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള വേർഡ് നമുക്ക് കണ്ടുപിടിക്കണം. ഈ സെന്റൻസിന്റെ മീനിങ് എന്താണെന്ന് നമുക്ക് നോക്കാം. Detective's ability to notice the dash details led to the solving of the complex mystery. അതായത് ഏറ്റവും സൂക്ഷ്മമായ കാര്യങ്ങൾ വരെ നിരീക്ഷിച്ച് കണ്ടെത്താനുള്ള ആ ഡിറ്റക്റ്റീവിന്റെ എബിലിറ്റിയാണ് ആ കോംപ്ലക്സ് മിസ്റ്ററി സോൾവ് ചെയ്യാനായിട്ട് അതിലേക്ക് നയിച്ചത് എന്നാണ് പറയുന്നത്. അപ്പൊ ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങൾ വരെ ആ ഒരു രീതിയിലേക്ക് വേണം. ഇതില് ഇൻകോൺസ്പിക്വസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വ്യക്തമല്ലാത്ത എന്നാണ് അവിടെ അർത്ഥമാക്കുന്നത്. ഒസ്റ്റൻസിബിൾ എന്ന് പറഞ്ഞാൽ പ്രകടമായ, കോൺസ്പിക്വസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പ്രകടമായ, അങ്ങനെ ഒരു മീനിങ് ആ വരുന്നത്. ഇതില് ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള വരുന്നത് സാലിയന്റ് ഡീറ്റെയിൽസ്, ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന, പ്രധാനമായും ശ്രദ്ധിക്കപ്പെടേണ്ടതായിട്ടുള്ള, അതായത് ഏറ്റവും സൂക്ഷ്മമായ ഡീറ്റെയിൽസ് എന്നുള്ള മീനിങ്ങിൽ വരുന്നത് സാലിയന്റ് എന്നുള്ളതാണ്. അപ്പൊ ഓപ്ഷൻ ബി ആണ് ഇവിടെ നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ടു നോട്ടീസ് ദ സാലിയന്റ് ഡീറ്റെയിൽസ്. അപ്പോൾ നമ്മൾ പറയുന്നത് സാലിയന്റ് ഫീച്ചേഴ്സ് എന്നൊക്കെ പറഞ്ഞുള്ള പറയുന്നത് ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ടതായിട്ടുള്ള ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ്, അതിനെയാണ് നമ്മൾ സാലിയന്റ് ഡീറ്റെയിൽസ്, സാലിയന്റ് ഫീച്ചേഴ്സ് എന്നുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യം നോക്കാം. The bargains between the two companies reached a dash when they failed to agree on the terms of the partnership. ഇത് വൊക്കാബുലറിയിൽ നിന്ന് വന്ന ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. 4 ഓപ്ഷനും തന്നിട്ടുണ്ട് ഇവിടെ. ടേണിംഗ് പോയിന്റ്, ഡെഡ് എൻഡ്, ഗ്രീൻ ലൈറ്റ്, ലാസ്റ്റ് സ്ട്രോ. നമുക്ക് ആ സെന്റൻസിന്റെ അർത്ഥം ഒന്ന് നോക്കാം. സെന്റൻസ് എന്താണ്? The bargains between the two companies reached a dash when they failed to agree on the terms of the partnership. അതായത് പാർട്ട്ണർഷിപ്പ് കാര്യങ്ങളിൽ അവർക്ക് എഗ്രി ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് 2 കമ്പനികൾ തമ്മിലുള്ള ബാർഗെയിൻസ്
എന്തിലേക്കോ എത്തിച്ചേർന്നു എന്നാ പറഞ്ഞേക്കുന്നത്. അത് ആ സെന്റൻസിന്റെ തന്നെ നമുക്കറിയാം, അതൊരു അവസാനത്തിലേക്കാണ് എത്തിച്ചേർന്നത്. അതവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ തീരുമാനിച്ചു എന്നൊരു ഇതിലേക്കാണ് വന്നേക്കുന്നത്. നമുക്ക് ആ സെന്റൻസിൽ നിന്ന് അർത്ഥം മനസ്സിലാവും. അപ്പൊ ഈ തന്നേക്കുന്നതിൽ ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വഴിത്തിരിവായി, അതൊരു ഹോപ്പ്ഫുൾ മീനിങ് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ടേണിംഗ് പോയിന്റ് അതാണ് അർത്ഥമാക്കുന്നത്, ഒരു വഴിത്തിരിവ്. ഡെഡ് എൻഡ് എന്ന് പറഞ്ഞാൽ എന്താ, അവസാനമാണ്. ഗ്രീൻ ലൈറ്റ് മീൻസ് അതൊരു ഹോപ്പ്ഫുൾ ഫീലിംഗ് ആണല്ലോ, ഗ്രീൻ ലൈറ്റ്. ദെൻ ലാസ്റ്റ് സ്ട്രോ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് നെല്ലിപ്പലക കണ്ടു, അങ്ങനെയുള്ളൊരു മീനിങ് ആണ് ലാസ്റ്റ് സ്ട്രോ. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം, ഇവരുടെ റിലേഷൻ, ഇവരുടെ ആ ഒരു കമ്പനീസ് തമ്മിലുള്ള ടേംസ് ഓഫ് പാർട്ട്ണർഷിപ്പ് അവര് എഗ്രി ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് രണ്ട് കമ്പനികൾ തമ്മിലുള്ള ബാർഗെയിൻസ് അവസാനിപ്പിച്ചു എന്നുള്ള ഇതിലേക്ക് വരുമ്പോൾ ഡെഡ് എൻഡ് എന്നുള്ള ഓപ്ഷനാണ് നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റുക. അപ്പം ഇതിന്റെ ആൻസർ വരുന്നത് ഡെഡ് എൻഡ് ആണ്. ഈ ചോദ്യത്തിന് ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ വരുന്നത്. ഇനി നമുക്ക് 82ാമത്തെ ചോദ്യം, നമ്മുടെ പ്രിലിംസ് ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യമാണ്. അതിൽ 82ാമത്തെ ചോദ്യം ഇഡിയം സെക്ഷനിൽ നിന്നുള്ള ചോദ്യമാണ്. ചോദ്യം എങ്ങനെയാണ്, ഐ വാസ് ഡാഷ് വെൻ ദേ റാങ് അപ്പ് ആൻഡ് ഇൻഫോം ദാറ്റ് ഐ ഹാഡ് വോൺ എ ലോട്ടറി. അവരെന്നെ വിളിച്ചിട്ട് അവർ പറഞ്ഞെന്താണ്, എനിക്കൊരു ലോട്ടറി അടിച്ചു എന്ന് അവർ പറഞ്ഞു. ആ സമയത്ത് ഐ വാസ്, എന്റെ ഫീലിംഗ് എന്തായിരുന്നു, ആ സമയത്ത് എന്റെ ഫീലിംഗ് എന്താണെന്നുള്ള കാര്യമാണ് നമുക്ക് എക്സ്പ്രസ് ചെയ്യേണ്ടത്. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഫ്ലൈയിങ് ഓഫ് ദി ഹാൻഡിൽ, ഓൺ ക്ലൗഡ് 9, അറ്റ് ലോജർ ഹെഡ്സ്, റെഡ് ഇൻ ദ ഫേസ്. അപ്പൊ ഇതിൽ 4ലും ഏതായിരിക്കണം? ശരിക്കും ഒരു ലോട്ടറി അടിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് എന്തായിരിക്കും, നമ്മൾ എക്സ്ട്രീംലി ഹാപ്പി ആയിരിക്കും അല്ലെ. ലോട്ടറി അടിച്ചു എന്ന് പറയുമ്പോൾ, നമ്മൾ ലോട്ടറി വോൺ ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്ട്രീംലി ഹാപ്പി ആയിരിക്കും. ആ ഒരു മീനിങ് വരുന്ന ഇഡിയം ഇതിൽ ഏതാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ എന്താ, ഫ്ലൈയിങ് ഓഫ് ദി ഹാൻഡിൽ. ഫ്ലൈയിങ് ഓഫ് ദി ഹാൻഡിൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, പെട്ടെന്ന് ദേഷ്യപ്പെടുക. പെട്ടെന്നായിരിക്കും നമുക്ക് ആ ഒരു ടെമ്പർ നമ്മുടെ തെറ്റുന്നത്. അതിനെയാണ് പെട്ടെന്ന് ദേഷ്യപ്പെടുക എന്നുള്ള മീനിങ് ആണ് ഫ്ലൈയിങ് ഓഫ് ദി ഹാൻഡിൽ. കയ്യിന്ന് പോവാന്നൊക്കെ പറയില്ലേ, അതിൽ പെട്ടെന്ന് ദേഷ്യപ്പെടുക, അതാണ് ഫ്ലൈയിങ് ഓഫ് ദി ഹാൻഡിൽ. ഞാൻ ഇതിന്റെ മീനിങ് ഇവിടെ എഴുതാം. ഫ്ലൈയിങ് ഓഫ് ദി ഹാൻഡിൽ മീൻസ് ടു ലോസ് വൺസ് ടെമ്പർ സഡൻലി ആൻഡ് അൺഎക്സ്പെക്ടഡ്ലി. അതായത് ഒരാളുടെ ടെമ്പർ തെറ്റുക, പെട്ടെന്നായിരിക്കും, നമുക്ക് പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് പെട്ടെന്ന് ദേഷ്യപ്പെടുക, അതാണ് ഫ്ലൈയിങ് ഓഫ് ദി ഹാൻഡിൽ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണെങ്കിലും ലോട്ടറി അടിക്കുമ്പോൾ ആ ഒരു രീതിയിലേക്ക് വരാൻ ചാൻസ് ഇല്ല അല്ലേ. ഇനി ഓൺ ക്ലൗഡ് 9. ക്ലൗഡ് 9 എന്ന് പറഞ്ഞാൽ വെരി ഹാപ്പി, വെരി ഹാപ്പി, അതാണ് ക്ലൗഡ് 9ന്റെ മീനിങ്. അപ്പോൾ ഓൺ ക്ലൗഡ് 9 എന്ന് പറഞ്ഞാൽ വെരി ഹാപ്പി എന്നാണ് മീനിങ്. അപ്പൊ എന്താണെങ്കിലും നമുക്കൊരു ലോട്ടറി വോൺ ചെയ്തു എന്ന് പറയുമ്പോൾ വി ഷുഡ് ബി എങ്ങനെയായിരിക്കും, ഓൺ ക്ലൗഡ് 9. നമ്മൾ ആ ഒരു ഇതിലായിരിക്കും, ക്ലൗഡ് 9ലായിരിക്കും, വെരി ഹാപ്പി ആയിരിക്കും ആ സമയത്ത് അല്ലെ. അപ്പൊ ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. മറ്റു 2 ഇഡിയം കൂടെ നമുക്കൊന്ന് നോക്കാം. അറ്റ് ലോഗർ ഹെഡ്സ്. ലോഗർ ഹെഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു വേറൊരു മറ്റൊരു വ്യക്തിയുമായിട്ട് നമുക്കൊരു സ്ട്രോങ് ഡിസ്പ്യൂട്ട്, ഒരു തർക്കം ഉണ്ടാവുക, അതിനെയാണ് അറ്റ് ലോഗർ ഹെഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ മറ്റൊരു വ്യക്തിയുമായിട്ട് ഒരു സ്ട്രോങ് തർക്കം അല്ലെങ്കിൽ ഡിസ്പ്യൂട്ട് ഉണ്ടാവുകയാണെങ്കിൽ അതിനെയാണ് ലോഗർ ഹെഡ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ അതിന്റെ മീനിങ് ഇവിടെ എഴുതാം. ടു സ്ട്രോങ്ലി disagree with someone. To strongly disagree with someone. ആരെങ്കിലുമായിട്ട് നമ്മൾ ശക്തമായിട്ട് എതിർക്കുക അല്ലെങ്കിൽ മറ്റൊരാളായിട്ട് തർക്കത്തിൽ ഏർപ്പെടുക, അതൊക്കെയാണ് അറ്റ് ലോഗർ ഹെഡ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ഇഡിയം എന്താ, റെഡ് ഇൻ ദ ഫേസ്. റെഡ് ഇൻ ദ ഫേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസിൽ റെഡ് കളറായി. ഇത് റെഡ് ഇൻ ദ ഫേസ് എന്ന ഇഡിയം ഉദ്ദേശിക്കുന്നത് നാണത്താൽ മുഖം ചുമന്നു, അതാണ് ശരിക്കും ഈ റെഡ് ഇൻ ദ ഫേസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ റെഡ് വെച്ചിട്ട് വേറെ പല ഇഡിയംസും ഉണ്ട്. അപ്പം ഇവിടെ റെഡ് ഇൻ ദ ഫേസ് എന്ന ഇഡിയത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഷോയിങ് സൈൻസ് ഓഫ് എംബറാസ്മെന്റ് ഓർ അഷെയിംഡ്. ഞാൻ ഇതിന്റെ മീനിങ് ഇവിടെ എഴുതാം. റെഡ് ഇൻ ദ ഫേസ് മീൻസ് ഷോവിങ് സൈൻസ് ഓഫ് embarrassment or ashamed. അതായത് നാണത്താൽ മുഖം ചുമന്നു എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ് ശരിക്കും റെഡ് ഇൻ ദ ഫേസ്. ഇനി ഇത് തന്നെ സീ റെഡ് എന്നാണ് ചോദിച്ചെങ്കിലോ, സീ റെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ആണ്. ഇതിന്റെ മീനിങ് എന്ന് പറഞ്ഞാലാണ് എന്ത് നമ്മൾ പറയുന്ന മുഖം ചുമന്നു എന്നൊക്കെ പറയില്ലേ, ദേഷ്യം കൊണ്ട് മുഖം ചുമന്നു, ടു ബിക്കം ആംഗ്രി.
അതാണ് സീ റെഡ്. റെഡ് ഇൻ ദ ഫേസ് എന്ന് പറഞ്ഞാൽ നാണത്താൽ മുഖം ചുമന്നു, അതാണ് റെഡ് ഇൻ ദ ഫേസ്, ഷോയിങ് സൈൻസ് ഓഫ് എംബറാസ്മെന്റ് ഓർ അഷെയിം. ബട്ട് സീ റെഡ് എന്ന് പറഞ്ഞാൽ ടു ബിക്കം ആംഗ്രി, ദേഷ്യപ്പെടുക, പെട്ടെന്ന് ദേഷ്യപ്പെടുക, അതാണ് സീ റെഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ റെഡ് ഇൻ ദ ഫേസും സീ റെഡും തിരിഞ്ഞു പോരുത്. റെഡ് ഇൻ ദ ഫേസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഷോയിങ് സൈൻസ് ഓഫ് എംബ്രാസ്മെന്റ് ഓർ അഷെയിം, നാണത്താൽ മുഖം ചുമന്നു. സീ റെഡ് എന്ന് പറഞ്ഞാൽ ടു ബിക്കം ആംഗ്രി, ദേഷ്യപ്പെടുക, അതാണ് രണ്ടിന്റെയും വ്യത്യാസം. ആ രണ്ട് റെഡും ശ്രദ്ധിക്കണം. 4 ഓപ്ഷനിൽ ഏതായിരിക്കും ഇവിടെ ആൻസർ വരുന്നത്? ഓൺ ക്ലൗഡ് 9, വെരി ഹാപ്പി എന്നതാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ വരുന്നത്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. വീണ്ടും ഇഡിയത്തിൽ നിന്ന് തന്നെയുള്ള ഒരു മുൻകാല ചോദ്യമാണ്. സിദ്ധാർത്ഥ് ഈസ് എ സ്ട്രെയിറ്റ് ആരോ. ഈ സ്ട്രെയിറ്റ് ആരോ എന്നതിന്റെ അതൊരു ഇഡിയമാണ്, സ്ട്രെയിറ്റ് ആരോ. അതിന്റെ അർത്ഥമാണ് ചോദിച്ചേക്കുന്നത്. സ്ട്രെയിറ്റ് ആരോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ സ്ട്രെയിറ്റ് ആരോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ലേ വരയ്ക്കുന്നത്, വേറെ വളവോ തിരിവോ ഒന്നുമില്ല. സ്ട്രെയിറ്റ് ആയിട്ട് നേരെ ചൊവ്വയായിട്ടുള്ള ഒരു പേഴ്സണെയാണ് നമ്മൾ സ്ട്രെയിറ്റ് ആരോ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഓപ്ഷനിൽ നിന്ന് തന്നെ ക്ലിയർ ആണല്ലോ, പ്രത്യേകിച്ച് നമുക്ക് പറയേണ്ട കാര്യമൊന്നുമില്ല. ആൻഡ് ഹോണസ്റ്റ് ആൻഡ് ട്രസ്റ്റ്വർത്തി പേഴ്സൺ, അങ്ങനെയുള്ള അത് സത്യസന്ധനായിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്ട്രെയിറ്റ് ആരോ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. ആൻഡ് ഹോണസ്റ്റ് ആൻഡ് ട്രസ്റ്റ്വർത്തി പേഴ്സണെയാണ് സ്ട്രെയിറ്റ് ആരോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ഇഡിയത്തിലെ ഒരു ചോദ്യം കൂടെ നമുക്ക് നോക്കാം. വാട്ട് ഡസ് ദ ഇഡിയം ടു സ്പിൽ ദ ബീൻസ് മീൻ? സ്പിൽ ദ ബീൻസ് എന്ന് വെച്ചാൽ എന്താണ് അർത്ഥമാക്കുന്നത്? ആ ഒരു ഇഡിയം എന്താ ഉദ്ദേശിക്കുന്നത് എന്നാ ചോദിച്ചേക്കുന്നത്. നമുക്കറിയാം ബീൻസ് എന്ന് പറഞ്ഞാൽ എന്താ? പയർ അല്ലേ. ഇങ്ങനെ നമ്മളൊരു പയർ എടുക്കുകയാണെങ്കിൽ സ്പില്ല് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ തെറിപ്പിക്കുക. നമ്മളെങ്ങനെ പയർ എടുക്കുമ്പോൾ ഇങ്ങനെ ഇതിങ്ങനെ അതിന് തുറന്ന് എടുത്തു കഴിയുമ്പോൾ അതിൽ നിന്ന് പയർ പുറത്തേക്ക് തെറിച്ച് വരും അല്ലെ. അപ്പൊ അതിന്റെ ഉള്ളിലിരുന്ന സാധനം പുറത്തേക്ക് തെറിച്ചു വന്നു. അതായത് എന്താ അത് ഉദ്ദേശിക്കുന്നത്? എന്തോ സംതിങ്, ഒരു സീക്രട്ട്, അതിന്റെ ഉള്ളിൽ രഹസ്യമായിട്ട് വെച്ചിരുന്ന സംഭവത്തെ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവന്നു. അതായത് ഒരു സീക്രട്ട് നമ്മൾ പുറത്താക്കി, റിവീല് ചെയ്തു, അതല്ലേ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ടു സ്പിൽ ദ ബീൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ടു റിവീൽ എ സീക്രട്ട്, രഹസ്യം പുറത്താക്കുക, അതാണ് സ്പിൽ ദ ബീൻസ്. നമ്മൾ ആ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് ഒന്ന് ആലോചിച്ചാൽ, അതൊരു ബീൻസ് അല്ലെ പയറെടുത്ത് നമ്മളിങ്ങനെ അതിന്റെ ഉള്ളിൽ നിന്ന് ആ സംഭവം പയർ പുറത്തേക്ക് എടുക്കുമ്പോൾ ഇങ്ങനെ ഒരുക്കി എടുക്കില്ലേ, ആ ഉള്ളില് അത് രഹസ്യമായിട്ട് സൂക്ഷിച്ചു വെച്ചതിനെ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ടു റിവീൽ എ സീക്രട്ട് ആണ് എന്ത്? ടു സ്പിൽ ദ ബീൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയി എന്ന് കരുതുന്നു. നമുക്കിനി ആ ക്വസ്റ്റ്യൻ പേപ്പറിലെ 83ാമത്തെ ചോദ്യം നോക്കാം. It was her first appearance in public as a performer in Bollywood movies. Give one word for the words in italics. അതായത് ഇറ്റാലിക്സ് കൊടുത്തേക്കുന്ന വേർഡിന് കറക്റ്റ് ആയിട്ടുള്ള വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് അപ്പിയറൻസ് ഇൻ പബ്ലിക് ആസ് എ പെർഫോമർ, ഒരു പബ്ലിക്കിന്റെ മുമ്പിൽ പെർഫോമർ ആയിട്ടുള്ള ഫസ്റ്റ് അപ്പിയറൻസ്, അതായത് നമ്മൾ ഈ അരങ്ങേറ്റം എന്നൊക്കെ പറയില്ലേ, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന വേർഡ്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ എന്താ? കൾമിനേഷൻ. കൾമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലൈമാക്സിലേക്ക് എത്തുക, അതാണ് കൾമിനേഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത്. ഒമ്നി പ്രസൻസ് എന്ന് പറഞ്ഞാൽ സർവ്വവ്യാപിയായിട്ടുള്ള, അതാണ് ഈ ഒമ്നി പ്രസന്റ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത് ഡെബ്യൂട്ട്. ഡെബ്യൂട്ട് എന്നാല് അരങ്ങേറ്റം, ഫസ്റ്റ് പെർഫോമൻസ്, അങ്ങനെയുള്ള മീനിങ് ആണ് ഡെബ്യൂട്ട്. അപ്പൊ ഡെബ്യൂട്ട് ആണ് നമ്മുടെ ആൻസർ. നമുക്ക് മാസ്റ്റർ പീസ്. മാസ്റ്റർ പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു പേഴ്സന്റെ ഹയസ്റ്റ് ക്വാളിറ്റിയിലുള്ള ഒരു വർക്കിനെയാണ്, ആർട്ടോ മ്യൂസിക് അങ്ങനെ എന്താണെങ്കിലും അതിലെ ഹയസ്റ്റ് ക്വാളിറ്റി വരുന്ന വർക്കിനെയാണ് നമ്മൾ അയാളുടെ മാസ്റ്റർ പീസ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ ഞാനിത് ജസ്റ്റ് ഒന്ന് എഴുതാം. അപ്പൊ നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം എന്ത് വരും? ഫസ്റ്റ് അപ്പിയറൻസ് ഇൻ പബ്ലിക് ആസ് എ പെർഫോമർ എന്ന് പറയുന്നത് എന്താണ്? ഡെബ്യൂട്ട്. ഡെബ്യൂട്ട് ആണ് നമ്മുടെ ആൻസർ വരുന്നത്. അപ്പൊ ഡെബ്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് അപ്പിയറൻസ് ഇൻ പബ്ലിക് ആസ് എ പെർഫോമർ, അതാണ് ഡെബ്യൂട്ട്. ഈ കൾമിനേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ക്ലൈമാക്സ് ആണ്, അതായത് ഒരു ലോങ് പീരീഡ് ഓഫ് ടൈം കഴിഞ്ഞിട്ട് അതിന്റെ എൻഡിലേക്ക് നമ്മൾ വരികയാണ്. ഞാനിവിടെ താഴെ അതിന്റെ ഓരോന്ന് എഴുതി തരാം. കൾമിനേഷൻ. കൾമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലൈമാക്സ് ആണ് അല്ലെ. അപ്പൊ എഴുതാം the point at which end of something usually happening after ലോങ് ടൈം, ഒരുപാട് നാളുകൾക്ക് ശേഷം അതിന്റെ എൻഡിലേക്ക് വരുന്നതിനെയാണ് എന്നു പറയുന്നത് കൾമിനേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒമ്നി പ്രസൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ എന്താണ്? സർവ്വവ്യാപി, എല്ലായിടത്തും
പ്രസന്റ് ആയിട്ടുള്ള ഒരു അവസ്ഥ. അപ്പൊ ഒംനി പ്രസൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഫാക്ട് ഓഫ് ബീയിങ് പ്രസന്റ് എവ്രിവെയർ. ദ ഫാക്ട് ഓഫ് ബീയിങ് പ്രസന്റ് എവ്രിവെയർ. ഡെബ്യൂട്ട് നമ്മൾ പറഞ്ഞു ഫസ്റ്റ് അപ്പിയറൻസ് ഇൻ പബ്ലിക് ആസ് എ പെർഫോമർ ആണെന്ന് പറഞ്ഞു. ഇനി മാസ്റ്റർ പീസ് എന്ന് വെച്ചാൽ എന്താണ്? മാസ്റ്റർ പീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ ഏറ്റവും ഹയസ്റ്റ് ക്വാളിറ്റിയിലുള്ള ഒരു വർക്ക് അല്ലെ. എ വർക്ക് ഓഫ് എന്തിൻ്റെയാണ്? ആർട്ട് ആവാം, അല്ല എങ്കിൽ മ്യൂസിക് ആവാം, അതല്ല എങ്കിൽ ലിറ്ററേച്ചർ ആവാം. ഇതിലെല്ലാം ഹയസ്റ്റ് ക്വാളിറ്റി ഉള്ള ഒരു വർക്ക്. ലിറ്ററേച്ചർ ദാറ്റ് ഈസ് ഓഫ് the highest quality. That is of the highest quality. നമ്മുടെ ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞാൽ ഡെബ്യൂട്ട് ആണ്. ഫസ്റ്റ് അപ്പിയറൻസ് ഇൻ പബ്ലിക് ആസ് എ പെർഫോമർ എന്ന് പറഞ്ഞാൽ ഡെബ്യൂട്ട് എന്നാണ് അതിന്റെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നത്. ഇനി നമുക്ക് ഈ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ച ഒരു മുൻകാല ചോദ്യം നോക്കാം. എ സ്പീച്ച് മെയ്ഡ് ബൈ സംവൺ ഫോർ ദ ഫസ്റ്റ് ടൈം. ഒരു വ്യക്തി ആദ്യമായിട്ട് നടത്തുന്ന സ്പീച്ചിന് എന്താ പറയുന്നതെന്നാ ചോദിച്ചേക്കുന്നത്. മെയ്ഡൻ സ്പീച്ച്, സെർമോൺ, എക്സ്റ്റെംപോർ, സ്പോണ്ടേനിയസ്. അത് മെയ്ഡൻ സ്പീച്ച് ആണ് ഇതിന്റെ ഉത്തരം. ആ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നത് മെയ്ഡൻ സ്പീച്ച് ആണ്. എന്താണ് മെയ്ഡൻ സ്പീച്ച് എന്ന് പറഞ്ഞാൽ? എ സ്പീച്ച് മെയ്ഡ് ബൈ സംവൺ ഫോർ ദ ഫസ്റ്റ് ടൈം. ഇതാണ് മെയ്ഡൻ സ്പീച്ച്. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള ഓപ്ഷൻ നമുക്കൊന്ന് നോക്കാം. സെർമോൺ. സെർമോൺ എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, റിലീജിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ മോറൽ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു റിലീജിയസ് ലീഡർ നടത്തുന്ന ഒരു സർവീസിന്റെ ഇടയിൽ നടത്തുന്ന ഒരു ടോക്കിനെയാണ് സെർമോൺ എന്ന് പറയുന്നത്. അപ്പൊ ഈ സെർമോൺ എന്ന് പറഞ്ഞാല് വിച്ച് ഇസ് എ ടോക്ക് ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ എ റിലീജിയസ് അല്ലെങ്കിൽ മോറൽ ആയിട്ടുള്ള കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് ഒരു റിലീജിയസ് ലീഡർ ഒരു സർവീസിന്റെ ഇടയ്ക്ക് നടത്തുന്ന ഒരു ടോക്കാണ് എന്തെന്ന് പറയുന്നത്? സെർമോൺ എന്ന് പറയുന്നത്. എക്സ്റ്റെംപോർ എന്ന് പറഞ്ഞാല് ഒരു പ്രീവിയസ് തോട്ടോ പ്രീവിയസ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷനോ ഒന്നും കൂടാതെ നമ്മൾ നടത്തുന്ന ഓൺ സ്പോട്ടിൽ നടത്തുന്ന ഒരു സ്പീച്ചിനെയാണ് എക്സ്റ്റെംപോർ എന്നുകൊണ്ട് പറയുന്നത്. വിത്തൗട്ട് പ്രീവിയസ് പ്രിപ്പറേഷനോ അങ്ങനെ നടത്തുന്ന സ്പീച്ചാണ് എക്സ്റ്റെംപോർ. സ്പോണ്ടേനിയസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും നമ്മളിങ്ങനെ ഒന്നും പ്ലാൻ ചെയ്യാതെ പെട്ടെന്ന് ചെയ്യുന്ന, അങ്ങനെ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചിട്ടൊന്നല്ല, പക്ഷെ പെട്ടെന്ന് തന്നെ ചെയ്യുന്നതിനാണ് നമ്മൾ സ്പോണ്ടേനിയസ് എന്നുകൊണ്ട് അർത്ഥമാകുന്നത്. അപ്പൊ മെയ്ഡൻ സ്പീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈം നടത്തുന്ന സ്പീച്ച്. സെർമോൺ എന്ന് പറഞ്ഞാൽ ഒരു റിലീജിയസ് ലീഡർ അവരുടെ സർവീസിന്റെ ഇടയ്ക്ക് റിലീജിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ മോറൽ കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് നടത്തുന്ന ഒരു ടോക്ക്. എക്സ്റ്റെംപോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രീവിയസ് പ്രിപ്പറേഷനോ അതുപോലെ പ്രീവിയസ് തോട്ടോ ഒന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ നടത്തുന്ന ഒരു സ്പീച്ചിനെയാണ് നമ്മൾ എക്സ്റ്റെംപോർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം എ സ്പീച്ച് മെയ്ഡ് ബൈ സംവൺ ഫോർ ദ ഫസ്റ്റ് ടൈം ഈസ് നോൺ ആസ് മെയ്ഡൻ സ്പീച്ച്. മനസ്സിലായല്ലോ? ഇനി വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനിലെ നേരത്തെ ചോദിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യം നോക്കാം. What term describes the deliberate and systematic extermination of a national, racial, political or cultural group? അതായത് വംശഹത്യ, ഒരു നാഷണൽ, റേഷ്യൽ, പൊളിറ്റിക്കൽ ഓർ കൾച്ചറൽ ഗ്രൂപ്പിന്റെ എക്സ്റ്റെർമിനേഷനെ, അതിനെ ഇല്ലാതാക്കുന്നതിനെ, ആ ഒരു ഗ്രൂപ്പിനെ ഇല്ലാതെയാക്കുന്നതിന് പറയുന്ന വൺ വേർഡ്. അതായത് നമ്മൾ ഈ വംശഹത്യ എന്നൊക്കെ പറയില്ലേ, അതിന് പറയുന്ന വൺ വേർഡ്, ആ വംശഹത്യ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന വേർഡ് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. 4 ഓപ്ഷൻ ഉണ്ട്. ക്സിനോഫോബിയ, ജീനോസൈഡ്, മിസോഗൈനി, എത്നിസിറ്റി. അത് ഓരോന്നും നമുക്ക് എന്താന്ന് നോക്കാം. ക്സിനോഫോബിയ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഫിയർ ഓർ ഹേറ്റ്രഡ് ഓഫ് ഫോറിനേഴ്സ് ഓർ സ്ട്രേഞ്ചേഴ്സ്. ഫോറിനേഴ്സിനെയോ അല്ലെങ്കിൽ സ്ട്രേഞ്ചേഴ്സിനെയോ, ഫോറിനേഴ്സ് ഓർ സ്ട്രേഞ്ചേഴ്സ്, ഇവരോടുള്ള ഫിയർ അല്ലെങ്കിൽ ഹേറ്റ്രഡ്, ആ പേടിയെയാണ്, ഫോറിനേഴ്സിനെയോ അല്ലെങ്കിൽ സ്ട്രേഞ്ചേഴ്സിനെയോ ഉള്ള പേടിയെയാണ് എന്തെന്ന് പറയുന്നത്? ക്സിനോഫോബിയ എന്ന് പറയുന്നത്. ജിനോസൈഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു വർഗത്തെ ഒന്നടങ്കം ഇല്ലാതാക്കുക, കൊന്നൊടുക്കുക അല്ലെങ്കിൽ വംശഹത്യ എന്നൊക്കെ പറയുന്നതാണ് ജിനോസൈഡ്. ഇതാണ് നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം. അപ്പൊ ജിനോസൈഡ് എന്ന് പറഞ്ഞാൽ ദ ഡെലിബറേറ്റ് ആൻഡ് സിസ്റ്റമാറ്റിക് എക്സ്റ്റെർമിനേഷൻ ഓഫ് എ നാഷണൽ, റേഷ്യൽ, പൊളിറ്റിക്കൽ ഓർ കൾച്ചറൽ ഗ്രൂപ്പ്. ആ ഒരു വർഗത്തിന്റെ ഒന്നടങ്കം ഇല്ലാതാക്കുന്നതിനാണ് എന്ന് പറയുന്നത് ജിനോസൈഡ് എന്ന് പറയുന്നത്. മിസോഗൈനി. മിസോഗൈനി എന്ന് പറഞ്ഞാൽ ഹേറ്റ്രഡ് ഓഫ് വുമൺ. ഹേറ്റ്രഡ് ഓഫ് വുമൺ, സ്ത്രീകളോടുള്ള വെറുപ്പിനെയാണ് എന്തെന്ന് പറയുന്നത്? മിസോഗൈനി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്.
ഇനി എത്നിസിറ്റി എന്ന് പറഞ്ഞാൽ എത്നിസിറ്റി വംശീയത, അതാണ് എത്നിസിറ്റിയുടെ അർത്ഥം. അപ്പോൾ ഫോറിനേഴ്സ് ഓർ സ്ട്രേഞ്ചേഴ്സിനോടുള്ള ഫിയർ അല്ലെങ്കിൽ ആ ഹേറ്റഡ് ഓഫ് ഫോറിനേഴ്സ് ഓർ സ്ട്രേഞ്ചേഴ്സ് ആണ് സിനോഫോബിയ. ജിനോസൈഡ് നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരമാണ്, അത് നമ്മൾ പറഞ്ഞു. വംശഹത്യ എന്നാണ് അതിന്റെ മീനിങ്. അതുപോലെ മിസോഗൈനി എന്ന് പറഞ്ഞാൽ എന്താണ്? ഹേറ്റഡ് ഓഫ് വുമൺ, സ്ത്രീകളോടുള്ള വെറുപ്പാണ് മിസോഗൈനി എന്നതുകൊണ്ട് അർത്ഥമാകുന്നത്. ഇനി നമുക്ക് ചോദ്യപേപ്പറിലെ 84ാമത്തെ ചോദ്യം നോക്കാം. The company celebrate the accomplishment of all their goals. Choose the antonym of the underlined word. അടിവരയിട്ടിരിക്കുന്ന പദത്തിന്റെ അന്റോണിം, ഓപ്പോസിറ്റ് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. അക്കംപ്ലിഷ്മെന്റ്. അപ്പൊ ഈ അക്കംപ്ലിഷ്മെന്റ് എന്നതിന്റെ അന്റോണിം ഏതാണ്? ഫെയിലിയർ, ഫ്രൂഷൻ, എക്സിക്യൂഷൻ, ഡിബാക്കിൾ. ഇതില് ഫെയിലിയർ ആണ് അക്കംപ്ലിഷ്മെന്റിന്റെ ഓപ്പോസിറ്റ്. അപ്പോൾ എഴുതാം അക്കംപ്ലിഷ്മെന്റ്. അക്കംപ്ലിഷ്മെന്റിന്റെ അന്റോണിം എന്താണ്? ഫെയിലിയർ. അതിങ്ങനെ രണ്ടൊന്ന് പ്രാവശ്യം ഒന്ന് പറയാം. അക്കംപ്ലിഷ്മെന്റ്, ഫെയിലിയർ. അക്കംപ്ലിഷ്മെന്റ്, ഫെയിലിയർ. അപ്പൊ ഓപ്പോസിറ്റ് ഓഫ് അക്കംപ്ലിഷ്മെന്റ് ആണ് എന്ത്? ഫെയിലിയർ. അതായത് അക്കംപ്ലിഷ്മെന്റ് എന്ന് വെച്ചാൽ വിജയം, ഫെയിലിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പരാജയം. അപ്പോൾ ആന്റോണിം ഓഫ് അക്കംപ്ലിഷ്മെന്റ് ആണ് ഫെയിലിയർ. ഇനി ഇത് മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള 2-3 ആന്റോണിം കൂടെ ഞാൻ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദ ആന്റോണിം ഓഫ് ദ വേർഡ് കാലസ്. കാലസ് എന്ന വേർഡിന്റെ ഓപ്പോസിറ്റ് ആണ് നമ്മളോട് ഇവിടെ ചോദിച്ചേക്കുന്നത്. കാലസ് എന്ന വേർഡിന്റെ, കാലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം മറ്റേ ഒരു ക്രൂരമായ അല്ലെങ്കിൽ കാഠിന്യമുള്ള അങ്ങനെയൊക്കെ ഒരു മീനിങ് ആണ് കാലസ് എന്ന വേർഡിന്റെ അർത്ഥം. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് വരുന്നത് സില്ലി. കാലസിന്റെ ഓപ്പോസിറ്റ് എന്താണ്? കാലസ്, സില്ലി. കാലസ്, സില്ലി. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞത് എന്തായിരുന്നു? അക്കംപ്ലിഷ്മെന്റ്, ഫെയിലിയർ, കാലസ്, സില്ലി. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഐഡന്റിഫൈ ദ കറക്റ്റ് അന്റോണിം ഓഫ് ദ വേർഡ് കംഫർട്ടബിൾ ഫോം വിത്ത് സഫിക്സ്. കംഫർട്ടബിളിന്റെ അന്റോണിം എന്താണ്? അൺകംഫർട്ടബിൾ. എന്താണ്? അൺകംഫർട്ടബിൾ. ഓപ്ഷൻ എ ആണ് അതിന്റെ ആൻസർ വരുന്നത്. കംഫർട്ടബിൾ, അൺകംഫർട്ടബിൾ. കംഫർട്ടബിളിന്റെ ഓപ്പോസിറ്റ് ആണെന്ത്? അൺകംഫർട്ടബിൾ. അപ്പൊ നമ്മൾ 3 നമ്മൾ ഇവിടെ പറഞ്ഞു. ഒന്ന് പറയാം, ഏതൊക്കെയായിരുന്നു? അക്കംപ്ലിഷ്മെന്റ്, അക്കംപ്ലിഷ്മെന്റിന്റെ ഓപ്പോസിറ്റ് ഫെയിലിയർ, കാലസ്, സില്ലി, കംഫർട്ടബിൾ, അൺകംഫർട്ടബിൾ. റീകളക്ട് ചെയ്ത് നോക്കുക. പറയുമ്പോൾ കൂടെ പറയാൻ പറ്റുണ്ടോ എന്നുള്ള കാര്യം കൂടെ നിങ്ങളൊന്ന് ഉറപ്പാക്കുക കേട്ടോ. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. The weather is suitable for sowing seeds. ഇത് ഡിഗ്രി പ്രിലിംസിലെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ചൂസ് എ സിമിലർ വേർഡ് ഫോർ ദ അണ്ടർലൈൻഡ് വേർഡ്. അതായത് സിനോണിം ആണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. സ്യൂട്ടബിൾ എന്ന വേർഡിന്റെ സിനോണിം, സെയിം മീനിങ് വരുന്ന വേർഡ് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. കൺജെനിറ്റൽ, കൺജീനിയൽ, കണ്ടേജിയസ്, കൺവേഴ്സ്. ഇത് ഓരോന്നിന്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് നോക്കാം. സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏറ്റവും അനുകൂലമായിട്ടുള്ള, അനുയോജ്യമായിട്ടുള്ള എന്നൊരു മീനിങ് ആണല്ലോ സ്യൂട്ടബിൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഓരോന്നിന്റെ അർത്ഥം നമുക്ക് നോക്കാം. കൺജെനീറ്റൽ. കൺജെനീറ്റൽ എന്ന് പറഞ്ഞാൽ ജന്മനാലുള്ള, അതാണ് കൺജെനീറ്റൽ എന്ന വാക്കിന്റെ അർത്ഥം. അപ്പൊ അതല്ല. കൺജീനിയൽ. കൺജീനിയൽ എന്ന് പറഞ്ഞാൽ അനുകൂലം എന്നാണ്. അപ്പൊ അതാണല്ലോ നമ്മുടെ ആൻസർ. സ്യൂട്ടബിൾ അത് തന്നെയാണ് എന്ത്? കൺജീനിയൽ, അനുകൂലമായിട്ടുള്ളത്. അപ്പൊ ഓപ്ഷൻ ബി ആണ് ആൻസർ. കണ്ടേജിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടർന്നു പിടിക്കുന്ന, കണ്ടേജിയസ് ഡിസീസ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. കണ്ടേജിയസ് എന്ന് പറഞ്ഞാൽ പടരുന്ന, പടർന്നു പിടിക്കുന്ന, പകരുന്ന അങ്ങനെയൊക്കെയുള്ള അർത്ഥമാണ്. കൺവേഴ്സ് എന്ന് പറഞ്ഞാൽ എതിരായിട്ടുള്ള. കൺവേഴ്സ് എന്ന് പറഞ്ഞാൽ കൺവേഴ്സ് എഫക്ട് എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് എഫക്ട്. അപ്പൊ കണ്ടേജിയസും അല്ല, കൺവേഴ്സും അല്ല. അപ്പൊ കൺജീനിയൽ എന്നതാണ് സ്യൂട്ടബിളിന്റെ സിനോണിം. അപ്പം സ്യൂട്ടബിൾ എന്നതിന്റെ സിനോണിം ആണ് എന്ത്? കൺജീനിയൽ. കൺജീനിയൽ, അതാണ് സ്യൂട്ടബിൾ എന്ന വേർഡിന്റെ സിനോണിം. നമുക്ക് ഒരു മുൻവർഷ ചോദ്യം നോക്കാം. സിനോണിം ഫോർ ദ വേർഡ് പ്രീപോസ്റ്ററസ്. പ്രീപോസ്റ്ററസ് എന്ന വേർഡിന്റെ സിനോണിം ആണ്. ഇനി പ്രീപോസ്റ്ററസ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ തികച്ചും അബദ്ധം അല്ലെങ്കിൽ സാമാന്യ യുക്തിക്ക് നിരക്കാത്ത അങ്ങനെയൊക്കെയുള്ള ഒരു മീനിങ് ആണ് പ്രീപോസ്റ്ററസ് എന്ന് പറയുന്നത്. അതിന്റെ സിനോണിമായിട്ട് പറയുന്നത് കോൺട്രറി ടു റീസൺ ഓർ കോമൺ സെൻസ്, അട്ടർലി അബ്സർഡ്. അതാണ് കോമൺ സെൻസ്, സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത അല്ലെങ്കിൽ തികച്ചും അബദ്ധമായിട്ടുള്ള എന്ന മീനിങ് ആണ് എന്ത്? പ്രീപോസ്റ്ററസ് എന്നതിന്റെ അർത്ഥം. ഓപ്ഷൻ എ ആണ് ഇതിന്റെ ഉത്തരം വരുന്നത്. അപ്പൊ പ്രീപോസ്റ്ററസ് മീൻസ് കോൺട്രറി ടു റീസൺ ഓർ കോമൺ സെൻസ് ഓർ അട്ടർലി അബ്സർഡ്. അപ്പൊ
തികച്ചും അബദ്ധമായ അല്ലെങ്കിൽ സാമാന്യ യുക്തിക്ക് നിരക്കാത്തത് എന്നർത്ഥമാണ് പ്രീപോസ്റ്ററസിന് വരുന്നത്. Again, which of the following is not the meaning of get rid of? ഗെറ്റ് റിഡ് ഓഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? നമുക്ക് എന്തിൽ നിന്നെങ്കിലും ഒരു മോചനം ലഭിക്കാം. അതാണ് ഈ ഗെറ്റ് റിഡ് ഓഫ് എന്നതിന്റെ അർത്ഥം. അപ്പോൾ അതിന്റെ മീനിങ് അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. എന്തിൽ നിന്നെങ്കിലും മോചനം ലഭിക്കുക എന്ന് അതിന്റെ ഒരു സിനോണിം അല്ലാത്തത് ഏത്? എലിമിനേറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ വരുന്നത്? പുറത്താക്കുക എന്നുള്ള അർത്ഥമാണല്ലോ. ഡിസ്കാർഡ് ചെയ്യുക എന്ന് പറഞ്ഞാലും അതുപോലെ തന്നെ പുറത്താക്കുക എന്നുള്ളൊരു മീനിങ് ആണ്, അല്ലെങ്കിൽ തള്ളിക്കളയുക എന്നുള്ളത്. ഇനി അബാൻഡൺ എന്ന് പറഞ്ഞാൽ എന്താ? കൈയൊഴിയുക എന്നാണ് അതിന്റെ മീനിങ്. അപ്പൊ ഗെറ്റ് റിഡ് ഓഫിന്റെ മീനിങ്ങിനോട് സിമിലർ ആണ് ഈ പറഞ്ഞ മൂന്നെണ്ണം. ഇൻക്ലൂഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഉൾപ്പെടുത്തുക എന്നാ. അപ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റ് മീനിങ് ആണ് അല്ലെ ഇൻക്ലൂഡ് എന്ന് പറഞ്ഞാൽ. ഗെറ്റ് റിഡ് ഓഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിൽ നിന്നെങ്കിലും ഒഴിവാക്കുക അല്ലെങ്കിൽ പുറത്താക്കുക എന്നുള്ള ഒരു മോചനം ലഭിക്കുക എന്നുള്ള ഒരു മീനിങ് ആണ്. അപ്പൊ ഇൻക്ലൂഡ് ആണ് ഇവിടെ ആൻസർ. അതിന്റെ മീനിങ് അല്ലാത്തത് വരുന്നത്. അപ്പൊ എലിമിനേറ്റ്, ഡിസ്കാർഡ്, അബാൻഡൺ ഇതൊക്കെ ഗെറ്റ് റിഡ് ഓഫിന്റെ സിനോണിംസ് ആണ്. ഇൻക്ലൂഡ് ഇതിന്റെ ഉത്തരം. അതല്ല, മീനിങ് അല്ലാത്തത് ഏതാണ്? ഇൻക്ലൂഡ് എന്നുള്ളതാണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഇത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യം, പ്രിലിംസിന്റെ ചോദ്യമാണ്. ചൂസ് ദ വേർഡ് ദാറ്റ് ഈസ് സ്പെൽഡ് ഇൻകറക്ട്ലി. ഇതില് ഇൻകറക്റ്റ് ആയിട്ട് എഴുതിയേക്കണ വേർഡ് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇതിൽ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. എന്റർപ്രണർ എന്നുള്ളതിന്റെ സ്പെല്ലിംഗ് ഇവിടെ തെറ്റാണ്. ഈ യു ഇവിടെ ആവശ്യമില്ല എന്റർപ്രണറിന്. അപ്പൊ എന്റർപ്രണറിന്റെ സ്പെല്ലിംഗ് ഞാൻ ഇവിടെ ഒന്ന് എഴുതാം. ENTREPRENEUR. ഇതാണ് എന്റർപ്രണറിന്റെ സ്പെല്ലിംഗ്. ഇത് നമുക്ക് ചിലപ്പോൾ ചിലർക്കെങ്കിലും ഒന്ന് മാറിപ്പോകും. പ്രോപ്പർ ഇംഗ്ലീഷിന്റെ ഇതിന് കറക്റ്റ് അല്ല എങ്കിലും ഇത് ഓർത്തു വെക്കാൻ വേണ്ടിയിട്ട്, ഈ ഒരു സ്പെല്ലിംഗ് ഓർത്തു വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്യാൻ പോവാം. നോക്കിക്കോ. ENTREPRENEUR. എന്താന്ന് മനസ്സിലായോ? ENTREPRENEUR. അർത്ഥമൊന്നുമില്ല, ചുമ്മാ ഓർത്തു വെക്കാൻ പറഞ്ഞതാണ്. ഈ നീ എന്ന് പറയുന്നത് മംഗ്ലീഷിലാണ്. നമ്മൾ മംഗ്ലീഷിലൊക്കെ എഴുതുമല്ലോ, നമ്മൾ ടെക്സ്റ്റ് ചെയ്യുമ്പോൾ മെസ്സേജ് ചെയ്യുമ്പോൾ ഒക്കെ എഴുതാറുണ്ട്. നീ എന്നുള്ളതിന് നമ്മൾ NE കൊടുത്ത് വേണമെങ്കിൽ എഴുതാം. യുവർ എന്നുള്ളത് YOUR എന്ന് നമ്മൾ ഒറ്റയടിക്ക് എഴുതില്ല. എങ്ങനെയാ ടെക്സ്റ്റ് ചെയ്യുമ്പോൾ എഴുതുന്നത്? UR, ഇങ്ങനെയല്ലേ നമ്മൾ എഴുതാറുള്ളത്. ആ ഒരു രീതിയിലാണ് ഞാൻ ഇവിടെ എഴുതിയേക്കുന്നത്. എന്റർപ്രണർ എന്നതിനെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? ENTREPRENEUR. ഒന്ന് പറഞ്ഞോക്കേ. ENTREPRENEUR. അപ്പൊ ഒന്ന് എഴുതി നോക്കാം. ENTREPRENEUR. കണ്ടോ? എന്റർപ്രണറിന്റെ സ്പെല്ലിംഗ് നമ്മൾ പഠിച്ചില്ലേ? നമുക്കൊരു മാർക്ക് കിട്ടിയാൽ മതി. ഏത് രീതിയിലായാലും മാർക്കിലേക്ക് നമുക്ക് എത്തിയാൽ നമുക്ക് റാങ്ക് മുന്നിലോട്ട് വന്നാൽ മതി. ഇങ്ങനെ നിങ്ങൾ പഠിച്ചു നോക്ക്. കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഓർമ്മയിലേക്ക് കിട്ടില്ലേ എന്ന് നോക്കിക്കേ. എന്റർപ്രണറിന്റെ സ്പെല്ലിംഗ് എങ്ങനെ നമുക്ക് പഠിക്കാം? ENTREPRENEUR. ഓർത്തു വെക്കുക, ഇത് മറന്നു പോകരുത്. എന്റർപ്രണർ ഇനി റിപ്പീറ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു വാക്കാണ്. അപ്പൊ അത് ഓർത്തു വെക്കുക. ഇനി സ്പെല്ലിംഗുമായിട്ട് റിലേറ്റ് ചെയ്തെന്ന അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ചൂസ് ദ കറക്റ്റ് സ്പെല്ലിംഗ്. ഇത് എന്താ എഴുതിക്കുന്നത്? ബൂർഷ്വ എന്ന വാക്കാണ് സ്പെല്ലിംഗ് തെറ്റിച്ച് കൊടുത്തേക്കുന്നത്. ഇതിന്റെ കറക്റ്റ് സ്പെല്ലിംഗ് നമുക്ക് കണ്ടുപിടിക്കണം. ഞാനിവിടെ എഴുതാം. BOURGEOIS. ഇതാണ് ബൂർഷ്വ എന്നതിന്റെ സ്പെല്ലിംഗ്. ഇത് പഠിക്കുന്നതിന് മുമ്പ് ഇത് ഓർത്തു വെക്കാൻ ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞുതരാം. നമുക്ക് ഹിസ്റ്ററി, ജോഗ്രഫി ഇതൊക്കെ പഠിക്കാനുള്ള സബ്ജക്റ്റ് ആണല്ലേ. നമ്മൾ ടൈം ടേബിൾ എഴുതുമ്പോൾ, സ്കൂളിലൊക്കെ പഠിച്ചു വന്നപ്പോൾ ടൈം ടേബിൾ എഴുതുമ്പോൾ എങ്ങനെയായിരുന്നു? ഹിസ്റ്ററിക്ക് ഹിസ്റ്റ് എന്ന് എഴുതും, ജോഗ്രഫിക്ക് ജിയോ എന്ന് എഴുതും അല്ലെ. ഈ ജിയോഗ്രഫി എന്ന് പറയുന്നത് ഒരു ബോറ് സബ്ജക്റ്റ് ആയിരുന്നു അല്ലെ. അങ്ങനെ അങ്ങ് ഓർത്തു വെക്കാം. ഇഷ്ടമുള്ളവരുണ്ടാവും കേട്ടോ, ഞാനിത് ഓർക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഒരു ബോറ് സബ്ജക്റ്റ് ആണ് നമ്മുടെ ജോഗ്രഫി. അപ്പൊ നമുക്കൊന്ന് എഴുതിയാലോ. BORGEOIS. ജോഗ്രഫി ഒരു ബോർ സബ്ജക്റ്റ് ആണ്. അപ്പൊ ഇത് കൂട്ടി വായിക്കുമ്പോൾ എങ്ങനെയാണ്? ബൂർഷ്വ എന്നാണ്. മനസ്സിലാവാൻ എളുപ്പത്തിന് ഞാൻ സ്പ്ലിറ്റ് ചെയ്തു എന്ന് മാത്രം. BORGEOIS. അപ്പൊ സ്പെല്ലിംഗ് എന്ത് വരും? BOR, BOURGEOIS. ബൂർഷ്വയുടെ സ്പെല്ലിംഗ് ആണ് BOURGEOIS. ഇനി ഇത് തിരിഞ്ഞു പോയില്ലല്ലോ. BORGEOIS. ജോഗ്രഫി ഒരു ബോർ ആണ് എന്ന് ഓർത്തു വെച്ച് കഴിഞ്ഞാല് BORGEOIS എന്ന് 3 ഇതായിട്ട് തന്നെ സ്പ്ലിറ്റ് ചെയ്യാം. എന്നിട്ട് ഓരോന്നിന്റെ സ്പെല്ലിംഗ് ഓർക്കാലോ. BOURGEOIS. ബൂർഷ്വയുടെ സ്പെല്ലിംഗ് നമുക്ക് കിട്ടി. അപ്പോൾ ഇതിനകത്ത് ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ ആൻസർ വരുന്നത്. ബൂർഷ്വ. കറക്റ്റ് സ്പെല്ലിംഗ് BOUR
GEOIS. ക്ലിയർ ആയോ? ഇനി അടുത്ത ചോദ്യം നോക്കാം. വിച്ച് വേർഡ് ഈസ് മിസ്പെൽഡ്? 66ാമത്തെ ചോദ്യത്തില് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതില് റോങ് ആയിട്ടുള്ള സ്പെല്ലിങ്സ്, മിസ്പെൽഡ് ആയിട്ടുള്ള വേർഡ് ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. പ്രൊമിസ്ക്യസ്. പ്രൊമിസ്ക്യസ് എന്നതിന്റെ കറക്റ്റ് സ്പെല്ലിങ് ഈ ഇക്ക് പകരം ഐ ആണ് ഇവിടെ വരുന്നത്. PROMISCUOUS. ഇതാണ് പ്രൊമിസ്ക്യസ് എന്നതിന്റെ സ്പെല്ലിങ് വരുന്നത്. ആർക്കിടൈപ്പ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞത് മീൻസ് മലയാളം PYQ സീരീസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തേക്കുന്ന ഒരു പദമാണ് ആർക്കിടൈപ്പ്. ജസ്റ്റ് റീകളക്ട് ചെയ്യാനായിട്ട് നിങ്ങളോട് പറയുന്നു മാത്രം. ആർക്കിടൈപ്പ് എന്നതിന്റെ മലയാള പരിഭാഷ എന്താണെന്ന് ഓർത്തെടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ? ആദിപ്രരൂപം. ആർക്കിടൈപ്പ് എന്നതിന്റെ മലയാള പരിഭാഷ ആദിപ്രരൂപം എന്നാണ്. ഇത് ആ മലയാളത്തിന്റെ ക്ലാസ് കാണാത്തവർക്ക് വേണ്ടി ഞാൻ ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, കണ്ടു നോക്കുക കാണാത്തവർ. സബ്ജുഗേഷൻ, പ്രോസ്ട്രേഷൻ, ഈ വാക്കുകളുടെ എല്ലാം സ്പെല്ലിങ് നിങ്ങളൊന്ന് എഴുതി പഠിക്കുക. ഇത് ചിലപ്പോൾ അടുത്ത എക്സാമിന് ചിലപ്പോൾ ഇതിലേതെങ്കിലും കറക്റ്റ് ചെയ്യാനായിട്ട് വരാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പൊ ഇവിടെ ചോദിച്ചേക്കുന്നതിൽ മിസ്പെൽഡ് ആയിട്ടുള്ള വേർഡ് പ്രൊമിസ്കസ് എന്നുള്ളതാണ്. പ്രൊമിസ്കസിന് ഈ മാറ്റി ഐ ആണ് അവിടെ വരുന്നത്. PROMISCUOUS എന്നുള്ളതാണ് കറക്റ്റ് സ്പെല്ലിംഗ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഒരു ഫോറിൻ ഫ്രേസ് തന്നിട്ടുണ്ട്, അതിന്റെ അർത്ഥമാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. റെസ്പോണ്ട സേയോ പ്ലാറ്റ് മീൻസ്, ഈ ഒരു ഫ്രഞ്ച് പദത്തിന്റെ അർത്ഥം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഫ്രേസിന്റെ അർത്ഥം റെസ്പോണ്ട സേയോ പ്ലാറ്റ്. ഇതിന്റെ മീനിങ് എന്ന് പറഞ്ഞാല് ആൻസർ പ്ലീസ്. ആൻസർ പ്ലീസ് എന്നാണ് ഈ ഒരു ഫ്രഞ്ച് പദത്തിന്റെ മീനിങ്. അപ്പൊ ഈ ഫ്രേസ് നിങ്ങൾ നോക്കുക, എന്നിട്ട് അതിന്റെ മീനിങ് മനസ്സിലാക്കി വെക്കുക. ആൻസർ പ്ലീസ് എന്നുള്ളതാണ് ഇതിന്റെ മീനിങ്. ഇനി നമുക്ക് വേറൊരു ഫോറിൻ ഫ്രേസ് നോക്കാം. ഫോക്സ് പാസ് മീൻസ്. ഫോക്സ് പാസ് എന്നാൽ അതും ഒരു ഫ്രഞ്ച് പദമാണ്. ഇതിന്റെ മീനിങ് വരുന്നത് മര്യാദാ ലംഘനം എന്നാണ് ഇതിന്റെ അർത്ഥം. അതായത് ആൻ എംബ്രാസിംഗ് ഓർ ടാക്ട്ലെസ് ആക്ട് ഓർ റിമാർക്ക് ഇൻ എ സോഷ്യൽ സിറ്റുവേഷൻ. അതായത് മര്യാദാ ലംഘനം അല്ലെങ്കിൽ നയരഹിതമായിട്ട് എന്തെങ്കിലും ചെയ്യുക, അതാണ് ഒരു സോഷ്യൽ സിറ്റുവേഷനിൽ മര്യാദാ ലംഘനമായിട്ടോ അല്ലെങ്കിൽ നയരഹിതമായിട്ടോ എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്നുള്ള മീനിങ് ആണ് ഫോക്സ് പോസിൻ്റെത്. അപ്പൊ ഫോക്സ് പോസ് എന്നാൽ എന്താണ്? ആൻ എംബ്രാസിംഗ് ഓർ ടാക്ട്ലെസ് ആക്ട് ഓർ റിമാർക്ക് ഇൻ എ സോഷ്യൽ സിറ്റുവേഷൻ. ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം. ഫോക്സ് പോസ് മീൻസ് ആൻ എംബ്രാസിംഗ് ഓർ ടാക്ട്ലെസ് ആക്ട് ഓർ റിമാർക്ക് ഇൻ എ സോഷ്യൽ സിറ്റുവേഷൻ. ഇനി അടുത്ത ഫോറിൻ പദം നോക്കാം. ദ ലാറ്റിൻ വേർഡ് ഇന്റർ ഏലിയ മീൻസ്. ഇന്റർ ഏലിയ എന്ന ഇതിന്റെ മീനിങ് എമംഗ് അതർ തിങ്സ് എന്നതാണ്. അന്യവസ്തുക്കൾക്കിടയിൽ. അതാണ് ഇന്റർ ഏലിയ എന്ന ലാറ്റിൻ വേർഡിന്റെ അർത്ഥം. എമംഗ് അതർ തിങ്സ്. ഇന്റർ ഏലിയ മീൻസ് എമംഗ് അതർ തിങ്സ്. ക്ലിയർ ആയല്ലോ? ഫോറിൻ ഫ്രേസുകൾ എപ്പോഴും തന്നെ ചോദിക്കാറുണ്ട്, അപ്പൊ എല്ലാം നോക്കി പോവുക. നമുക്ക് അടുത്ത ചോദ്യം, അടുത്ത സെക്ഷനിലേക്ക് കടക്കാം. ഇത് നമ്മൾ ഫ്രേസൽ വെർബിൽ നിന്ന് വന്നിരിക്കുന്ന ചോദ്യമാണ്. ദ തീവ്സ് ഡാഷ് ദ അപ്പാർട്ട്മെന്റ് വൈൽ ദ ഫാമിലി വാസ് ഓൺ എ വെക്കേഷൻ. എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ ഫാമിലി ഒരു വെക്കേഷന് പോയപ്പോ തീവ്സ് കള്ളന്മാര് അപ്പാർട്ട്മെന്റിൽ എന്ത് ചെയ്തു? അതില് ഇത് 4 ഏതാന്നാ ചോദിച്ചിരിക്കുന്നത്. കള്ളന്മാർ എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? അവർ അപ്പാർട്ട്മെന്റിലേക്ക് അതിക്രമിച്ച് കടന്നിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ഈ 4 ഫ്രേസൽ വെർബിന്റെ അർത്ഥം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിവിടെ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് നോക്കാം. ഫസ്റ്റ് നോക്കാം. ബ്രോക്ക് ഇൻടു. ബ്രോക്ക് ഇൻടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്ക് ഇൻടു എന്നതിന്റെ പാസ്റ്റ് ഫോം ആണ് ബ്രോക്ക് ഇൻടു. ബ്രോക്ക് ഇൻടു എന്ന് പറഞ്ഞാൽ എൻറ്റർ ബൈ ഫോഴ്സ്, ബലം പ്രയോഗിച്ച് കടക്കുക. അതാണല്ലോ കള്ളന്മാരെങ്ങനെയാ കിടക്കുന്നത്? എൻറ്റർ ബൈ ഫോഴ്സ്, അതാണ് കള്ളന്മാർ ചെയ്യുന്നത്. അപ്പൊ ബ്രേക്ക് ഇൻടു എന്നതിന്റെ പാസ്റ്റ് ആയ ബ്രോക്ക് ഇൻടു ആണ് നമുക്ക് ഇവിടെ ആൻസർ വരുന്നത്. ദ തീവ്സ് ബ്രോക്ക് ഇൻടു ദ അപ്പാർട്ട്മെന്റ് വൈൽ ദ ഫാമിലി വാസ് ഓൺ എ വെക്കേഷൻ. ബ്രോക്ക് ഇൻടു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? എൻറ്റർ ബൈ ഫോഴ്സ്, അതാണ് ബ്രേക്ക് ഇൻടു എന്നതിന്റെ മീനിങ്. ജസ്റ്റ് അടുത്തത് നോക്കാം. ബ്രോക്ക് ഡൗൺ. ബ്രോക്ക് ഡൗൺ എന്നാൽ എന്താ? നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ള അല്ലെ. ബ്രേക്ക് ഡൗൺ എന്നതിന്റെ പാസ്റ്റ് ആണ് ബ്രോക്ക് ഡൗൺ. ബ്രേക്ക് ഡൗൺ ആയെന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ടല്ലോ. എന്താണ് ബ്രോക്ക് ഡൗണിന്റെ മീനിങ്? ലോസ് കൺട്രോൾ, നമ്മുടെ കൺട്രോള് നഷ്ടപ്പെടുക, അതാണ് ബ്രോക്ക് ഡൗൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പറയാറുണ്ട് എങ്ങനെയാ? മൈ കാർ ബ്രോക്ക് ഡൗൺ ഓൺ ദ വേ. എന്റെ കാറ് വരുന്ന വഴിക്ക് ബ്രേക്ക് ഡൗൺ ആയി, ബ്രോക്ക് ഡൗൺ ആയി, ബ്രോക്ക് ഡൗൺ ഓൺ ദ വേ, അതാണ് ബ്രോക്ക് ഡൗണിന്റെ അർത്ഥം. ലോസ് കൺട്രോൾ. ഇനി ബ്രോക്കപ്പ്. ബ്രോക്കപ്പ് എന്ന് പറഞ്ഞാൽ
എന്താണ് ബ്രേക്കപ്പ് എന്നതിന്റെ പാസ്റ്റ് ഫോം ആണ് ബ്രോക്കപ്പ്. ബ്രേക്കപ്പ് എന്ന് പറഞ്ഞാൽ കം ടു ആൻ എൻഡ്, ഒരു അവസാനത്തിലേക്ക് എത്തുക. കം ടു ആൻ എൻഡ്, അതാണ് ബ്രോക്കപ്പിന്റെ മീനിങ്. ഒരു സെന്റൻസ് പറയുകയാണെങ്കിൽ ദേ ബ്രോക്കപ്പ് ആഫ്റ്റർ 5 years ഓഫ് മാരേജ്. അവർ കല്യാണം കഴിഞ്ഞ് 5 വർഷത്തിന് ശേഷം ബ്രോക്കപ്പായി. അവരുടെ ആ വിവാഹ ജീവിതത്തിൽ നിന്നും ബ്രേക്കപ്പ് ആയി, അതായത് സെപ്പറേറ്റഡ് ആയി എന്നുള്ള മീനിങ് ആണ് അവിടെ വരുന്നത്. അപ്പൊ ബ്രോക്കപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കം ടു ആൻ എൻഡ്, ഒരു അവസാനത്തിലേക്ക് വരിക. അല്ലെങ്കിൽ നമുക്ക് വേറൊരു സെന്റൻസ് പറയാം. സ്കൂൾ യൂഷ്വലി ബ്രേക്കപ്പ് ഇൻ മാർച്ച്. എന്താ അത് ഉദ്ദേശിച്ചേക്കുന്നത്? സ്കൂള് സാധാരണ മാർച്ച് ആവുമ്പോഴേക്കും കം ടു ആൻ എൻഡ്, അവസാനത്തിലേക്ക് അവസാനിക്കാറുണ്ട്. ആ ഒരു മീനിങ് അല്ലേ ഇവിടെ വരുന്നത്. അപ്പൊ ബ്രേക്കപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? കം ടു ആൻ എൻഡ്. ഇനി ബ്രേക്ക് എവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ കൺട്രോളിൽ നിന്നും അവിടെ രക്ഷപ്പെട്ടു പോവുക, അതാണ് ബ്രോക്ക് അവേ എന്ന് പറഞ്ഞാൽ. എന്താണ്? ടു എസ്കേപ്പ് ഫ്രം വൺസ് കൺട്രോൾ, ഒരാളുടെ കൺട്രോളിൽ നിന്നും രക്ഷപ്പെട്ടു പോകുന്നതിനെയാണ് എന്ത്? ബ്രോക്ക് അവേ എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്ക് അതിനൊരു എക്സാമ്പിൾ പോലെ നമുക്ക് എന്ത് പറയാം, എഴുതാം. ദ പ്രിസണർ ബ്രോക്ക് എവേ ഫ്രം ദ ഗാർഡ്സ്, അതായത് സെക്യൂരിറ്റിയുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട പ്രിസണർ ഓടിപ്പോയി. അവിടെ നിന്ന് രക്ഷപ്പെട്ടു, ഒരാളുടെ കൺട്രോളിൽ നിന്നും, ഗാർഡിന്റെ കൺട്രോളിൽ നിന്നും രക്ഷപ്പെട്ടു. ആര്? ഈ പ്രിസണർ. അതാണ് ബ്രോക്ക് എവേയുടെ മീനിങ്. ബ്രോക്ക് എവേ എന്ന് പറഞ്ഞാൽ എന്താണ്? എസ്കേപ്സ് ഫ്രം വൺസ് കൺട്രോൾ. അപ്പൊ ഈ 4 ഇതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബ്രോക്ക് ഇൻറ്റു എന്ന് പറഞ്ഞാൽ ബ്രേക്കിന്റെ പാസ്റ്റ് ആണെല്ലാം, അപ്പൊ അതുപോലെ നമുക്ക് പഠിക്കാം. ബ്രേക്ക് ഇൻറ്റു മീൻസ് എൻ്റർ ബൈ ഫോഴ്സ്. ബ്രേക്ക് ഡൗൺ മീൻസ് ലോസ് കൺട്രോൾ. ബ്രേക്ക് അപ്പ് മീൻസ് കം ടു ആൻ എൻഡ്. ബ്രേക്ക് അവേ മീൻസ് എസ്കേപ്പ് ഫ്രം വൺസ് കൺട്രോൾ. അടുത്ത ചോദ്യം നോക്കാം. ഫ്രേസൽ വെർബുമായിട്ട് ചോദിച്ചിട്ടുള്ള മുൻകാല ചോദ്യങ്ങളിൽ ഒരെണ്ണം എഴുതിയിട്ടുണ്ട്, നോക്കാം. ദ തീവ്സ് പ്ലാൻ ടു ഡാഷ് ദ ബാങ്ക് ഓഫ് പൂനെ. ഇവിടെ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. 4 ഫ്രേസൽ വെർബാണ്. 4ന്റെയും അർത്ഥം നമുക്കൊന്ന് നോക്കിയിട്ട് എന്ത് ചെയ്യാം, ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നമുക്ക് വരാം. സെറ്റ് എസൈഡ്. സെറ്റ് എസൈഡ് മീൻസ് റിസർവ്ഡ്. എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ റിസർവ് ചെയ്ത് വെക്കുന്നതിനെയാണ് സെറ്റ് എസൈഡ് എന്ന് പറഞ്ഞത്. അപ്പം നമുക്ക് പറയാം, ഷീ സെറ്റ് എസൈഡ് money for her daughter's education. Her daughter's education. അപ്പൊ എന്താ, അവൾ തന്റെ മകളുടെ എഡ്യൂക്കേഷന് വേണ്ടി കുറച്ച് മണി സെറ്റ് അസൈഡ് ചെയ്തിട്ടുണ്ട്, സൈഡിൽ നീക്കി വെച്ചിട്ടോ റിസർവ് ചെയ്തിട്ടുണ്ട് എന്നാണ് സെറ്റ് അസൈഡ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. സെറ്റ് അസൈഡ് മീൻസ് റിസർവ്. നമുക്ക് ഇങ്ങനെ നോക്കാം, സൈഡിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതാണ് അവിടെ സെറ്റ് ചെയ്ത് അവിടെ വെച്ചേക്കാം. അപ്പൊ റിസർവ് എന്ന മീനിങ് ആണ് സെറ്റ് എസൈഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടേക്ക് ആഫ്റ്റർ. ടേക്ക് ആഫ്റ്റർ മീൻസ് വാട്ട്? റിസംബിൾ. ടേക്ക് ആഫ്റ്റർ മീൻസ് റിസംബിൾ, ഒരു സാദൃശ്യം ഉണ്ടാവുക, അതാണ് ടേക്ക് ആഫ്റ്റർ. ഒരു എക്സാമ്പിൾ നമുക്ക് പറയാം. ഷീ ടേക്സ് ആഫ്റ്റർ. ഷീ ടേക്സ് ആഫ്റ്റർ her mother in looks. Her mother in looks. അവളുടെ അമ്മയെ പോലെ തന്നെയാണ് ഇരിക്കുന്നത്, അതാണ് ടേക്സ് ആഫ്റ്റർ എന്ന പദത്തിന്റെ അർത്ഥം. ടേക്സ് ആഫ്റ്റർ മീൻസ് റിസംബിൾ. അവളുടെ അമ്മയെ റിസംബിൾ ചെയ്യുന്നു, അമ്മയെ പോലെ തന്നെയാണ് മകളും, അതാണ് ഈ ടേക്ക് ആഫ്റ്റർ എന്നതിന്റെ മീനിങ് വരുന്നത്. ഇനി മേക്ക് ഔട്ട്. മേക്ക് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർസ്റ്റാൻഡ്, എന്തെങ്കിലും നമ്മൾ മനസ്സിലാക്കി എടുക്കുന്നതിനെയാണ് എന്ത്? മേക്ക് ഔട്ട് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. മേക്ക് ഔട്ട് മീൻസ് അണ്ടർസ്റ്റാൻഡ്. മേക്ക് എവേ വിത്ത്. മേക്ക് എവേ വിത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു സ്റ്റീൽ സംതിങ്. നമ്മുടെ ആൻസറിലേക്ക് നമ്മൾ എത്തി. മേക്ക് എവേ വിത്ത് മീൻസ് ടു സ്റ്റീൽ സംതിങ്, എന്തെങ്കിലും മോഷ്ടിക്കുക, അതാണ് മേക്ക് എവേ വിത്തിന്റെ മീനിങ്. അപ്പൊ എന്താ? ദ തീവ്സ് പ്ലാൻ ടു ഡാഷ് ദ ബാങ്ക് ഓഫ് പൂനെ. കള്ളന്മാർ എന്തിനാണ് പ്ലാൻ ചെയ്തത്? ബാങ്ക് ഓഫ് പൂനെ മോഷ്ടിക്കണമെന്നായിരിക്കുമല്ലോ അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ ഇവിടെ വരുന്ന ഓപ്ഷൻ ഏതായിരിക്കും? ഓപ്ഷൻ ഡി ആയിരിക്കും. മേക്ക് എവേ വിത്ത് എന്നുള്ളതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ 68ാമത്തെ ഈ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. മേക്ക് എവേ വിത്ത് എന്നുള്ളതാണ് അർത്ഥം. അപ്പൊ 4 ഫ്രേസൽ വെർബ് ഒന്ന് പഠിച്ചു വെക്കാം. സെറ്റ് അസൈഡ് മീൻസ് റിസർവ്. ടേക്ക് ആഫ്റ്റർ. ടേക്ക് ആഫ്റ്റർ ഒക്കെ കുറെ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. ടേക്ക് ആഫ്റ്റർ മീൻസ് റിസംബിൾ. മേക്ക് ഔട്ട് അണ്ടർസ്റ്റാൻഡ്. മേക്ക് എവേ വിത്ത് മീൻസ്
ടു സ്റ്റീൽ സംതിങ്. വീണ്ടും ഫ്രേസൽ വെർബുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു ചോദ്യം കൂടെ നമുക്ക് നോക്കാം. ദ പബ്ലിക് മീറ്റിംഗ് വാസ് ഡാഷ് ബിക്കോസ് ഓഫ് ബാഡ് വെദർ. ബാഡ് വെദർ കാരണം പബ്ലിക് മീറ്റിംഗിന് എന്തോ സംഭവിച്ചു. എന്തായിരിക്കും ബാഡ് വെദർ കാരണം? അത് മീറ്റിംഗ് ചിലപ്പോൾ മാറ്റി വെച്ചിട്ടുണ്ടാവും, ക്യാൻസൽ ചെയ്തിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ഈ 4 ഓപ്ഷൻ കോൾ വെച്ചിട്ട് 4 ഫ്രേസൽ വെർബ് തന്നിട്ടുണ്ട്. അതിൽ ഏതാണ് ഇവിടെ ആപ്റ്റ് ആയിട്ട് വരുന്നതെന്ന് നമുക്ക് നോക്കാം. കോൾഡ് ഇൻ, കോൾഡ് ഓഫ്, കോൾഡ് ഔട്ട്, കോൾഡ് അവേ. ഇതിൽ കോൾ ഇൻ ഓരോന്നിന്റെ അർത്ഥം പറയാം. കോൾ ഇൻ എന്ന് പറഞ്ഞാൽ ഒരു സേവനത്തിനോ സഹായത്തിനോ ആയിട്ട് നമ്മൾ ആരെങ്കിലും വിളിച്ചു വരുത്തുകയാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോൾഡ് ഇൻ എന്ന് പറയുന്നത്. കോൾഡ് ഓഫ് മീൻസ് ക്യാൻസൽ. എന്തെങ്കിലും നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്രേസലാണ് കോൾഡ് ഓഫ്. കോൾഡ് ഓഫ് മീൻസ് ക്യാൻസൽ. കോൾഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ ടു ക്രൈ ഓർ ഷൗട്ട് ഫോർ ഹെൽപ്പ്. നമ്മൾ ഒച്ചത്തില് വിളിച്ചു കൂവാണ് എന്തെങ്കിലും ഹെൽപ്പിനോ ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ ഒച്ചത്തിൽ വിളിച്ചു കൂവുന്നതിനെയാണ് നമ്മൾ കോൾഡ് ഔട്ട് എന്ന് പറയുന്നത്. കോൾഡ് അവേ എന്ന് പറഞ്ഞാല് എന്തെങ്കിലും ഒരു ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാളോട് അവിടെ വെച്ച് അത് സ്റ്റോപ്പ് ചെയ്തിട്ട് വേറെ എന്തെങ്കിലും ചെയ്യാനായിട്ട് പറയാണ്. അങ്ങനെ ഒരു മീനിങ് ആണ് കോൾഡ് അവേ എന്നുകൊണ്ട് വരുന്നത്. അപ്പൊ പബ്ലിക് മീറ്റിംഗ് വാസ് ഡാഷ് ബിക്കോസ് ഓഫ് ബാഡ് വെദർ എന്ന് പറയുമ്പോൾ ക്യാൻസൽ എന്ന മീനിങ്ങിലുള്ളത് വരണം. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ആൻസർ ഏതാണ്? കോൾഡ് ഓഫ് ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. കോൾ ഓഫ് മീൻസ് ക്യാൻസൽ എന്നാണ്. അപ്പോൾ മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. നമ്മുടെ ചോദ്യ പേപ്പറിലെ ചോദ്യമാണ്. ആന്റിനാസ് ഡാഷ് ഏബിൾ കോക്രോച്ചസ് ടു സെൻസ് ദെയർ സറൗണ്ടിങ്സ്. ചൂസ് ദ കറക്റ്റ് പ്രിഫിക്സ്. കറക്റ്റ് പ്രിഫിക്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? കോക്രോച്ചസിന്റെ ആന്റിന ഉണ്ടല്ലോ, അത് അവരുടെ സറൗണ്ടിങ്സിനെ സെൻസ് ചെയ്യാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ആ ഏബിളുമായിട്ട് ചേർന്ന് വരുന്ന പ്രിഫിക്സ് ഏതാന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഇതുമായിട്ട് ആപ്റ്റ് ആയിട്ട് എങ്ങനെയായിരിക്കും ഇത് വരേണ്ടത്? ഇത് എനേബിൾ എന്ന് വരണം. അത് അവരെ എനേബിൾ ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ ആന്റിനാസ് സറൗണ്ടിങ്സിനെ സെൻസ് ചെയ്യാനായിട്ട് എനേബിൾ ചെയ്യുന്നു. അപ്പൊ ഇവിടെ വരുന്ന ഫ്രേസൽ വെർബ് ഏതാണ്? EN എന്നുള്ള ഫ്രേസൽ വെർബാണ് ഇവിടെ വരുന്നത്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. വേറെ പ്രിഫിക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു PYQ നോക്കാം. വാട്ട് ഡസ് ദ പ്രിഫിക്സ് എക്സ്ട്രാ മീൻ ഇൻ ദ വേർഡ് എക്സ്ട്രാ ഓർഡിനറി? നമ്മള് എക്സ്ട്രാ ഓർഡിനറി ചിലത് കാണുമ്പോൾ നമ്മൾ പറയാറുണ്ട് അതൊരു എക്സ്ട്രാ ഓർഡിനറി ഫിലിമാണ്. ചില ഫിലിമൊക്കെ കാണുമ്പോൾ അല്ലെ. ഈ എക്സ്ട്രാ ഓർഡിനറി എന്ന് പറഞ്ഞാൽ എന്താ? ഓർഡിനറി എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണയിലും കൂടുതൽ, അതുക്കും മേലെ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ് ഈ എക്സ്ട്രാ ഓർഡിനറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എക്സ്ട്രാ മീൻസ് വാട്ട്? ബിയോണ്ട് സംതിങ്, അല്ല ബിയോണ്ട് ഓർഡിനറി. ഓർഡിനറിയേക്കാൾ മുകളിലുള്ളതിനെയാണ് നമ്മൾ എക്സ്ട്രാ ഓർഡിനറി എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ ഈ പ്രഫിക്സ് എക്സ്ട്രാ മീൻസ് വാട്ട്? ബിയോണ്ട്. അതാണ് എക്സ്ട്രാ എന്ന പ്രഫിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സ്ട്രാ എന്ന പ്രഫിക്സ് അർത്ഥമാക്കുന്നത് എന്താണ്? ബിയോണ്ട്. 90ാമത്തെ ചോദ്യം നോക്കാം. The phenomenon of glowing seawater signifies changes in the marine environment. Identify the plural of the underlined word from the choices given. ഫിനോമിനൻ എന്നതിന്റെ പ്ലൂറൽ ഫോം ആണ് ചോദിച്ചേക്കുന്നത്. നമ്മുടെ വാക്ക് എന്താണ്? ഫിനോമിനൻ എന്നതിന്റെ പ്ലൂറൽ ഫോം. ഇതിന്റെ പ്ലൂറൽ ഫോം ഓർക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സിനിമാ നടിയായിട്ടുണ്ടായിരുന്ന ഫിലോമന ചേച്ചിയെ നമുക്ക് ഓർക്കാം. ഫിലോമന. അപ്പൊ ഫിനോമിനൻ എന്നതിന്റെ പ്ലൂറൽ ആണ് എന്ത്? ഫിനോമെന. ഫിനോമെന. ഇതാണ് ഫിനോമിനൻ എന്നതിന്റെ പ്ലൂറൽ ആണ് വാട്ട്? ഫിനോമെന. ഫിലോമെന എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഫിനോമെന. അപ്പൊ ഫിനോമൻ എന്നതിന്റെ പ്ലൂറൽ ഫോം ആണ് എന്ത്? ഫിനോമെന. ഇപ്പൊ സിംഗുലർ പ്ലൂറൽ സെക്ഷനിൽ മുൻകാലങ്ങളിൽ PSC ചോദിച്ചിട്ടുള്ള 2 ചോദ്യങ്ങൾ നോക്കാം. ചൂസ് ദ കറക്റ്റ് പ്ലൂറൽ ഫോം ഓഫ് ദ വേർഡ് സ്റ്റിമുലസ്. സ്റ്റിമുലസ് എന്ന വാക്കിന്റെ പ്ലൂറൽ ഫോം ആണ് ചോദിച്ചേക്കുന്നത്. സ്റ്റിമുലസ് എന്ന വാക്കിന്റെ പ്ലൂറൽ ഫോം എന്താണ്? സ്റ്റിമുലൈ. സ്റ്റിമുലസ്, സ്റ്റിമുലൈ. I ആണ് അവസാനം വരുന്നത്. അപ്പോൾ ഇതൊന്ന് എഴുതി പഠിക്കണം. സ്റ്റിമുലസ്, സ്റ്റിമുലൈ എന്നുള്ളതൊന്ന് എഴുതി പഠിക്കുക. അവസാനം US മാറ്റിയിട്ട് I വരും. അതാണ് സ്റ്റിമുലസിന്റെ പ്ലൂറൽ കണ്ടുപിടിക്കാനുള്ള രീതി. സ്റ്റിമുലസ് മീൻസ് സ്റ്റിമുലൈ. അതാണ് ഇതിന്റെ പ്ലൂറൽ ഫോം. ഒരു ചോദ്യം കൂടെ നമുക്ക് നോക്കാം. പിക്ക് ദ പ്ലൂറൽ ഫോം ഓഫ് ദ വേർഡ് ഇൻഡെക്സ്. ഇൻഡെക്സിന്റെ പ്ലൂറൽ ഫോം ആണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. ഇൻഡെക്സിന്റെ പ്ലൂറൽ 2 എണ്ണം വരാം. ഒന്ന് ഇൻഡിസസ്. ഇൻഡിസസും വരാം. അതുപോലെ ഇൻഡെക്സസ്. ഇതും പ്ലൂറൽ ആയിട്ട് വരാം. 2 എണ്ണം ഉണ്ട് ഇൻഡെക്സിന്റെ പ്ലൂറൽ. ഇൻഡിസസും
ഇൻഡെക്സസും ഇൻഡെക്സിന്റെ പ്ലൂറലാണ്. നമ്മുടെ ഓപ്ഷനിൽ തന്നേക്കുന്നത് ഇൻഡെക്സസ് എന്നുള്ളതാണ്. ഓപ്ഷൻ ബി ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ഈ ചോദ്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഡിഗ്രി പ്രിലിംസിലെ ഇംഗ്ലീഷ് സെക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ. മാക്സിമം റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഞാൻ ഓരോ ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് പ്രയോജനകരമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ, വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങളെല്ലാം കമന്റിലൂടെ ഞങ്ങളെ അറിയിക്കണം. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് കറക്റ്റ് ചെയ്യുവാനും അതുപോലെ വീഡിയോ കൂടുതൽ ചെയ്യാനുള്ള പ്രചോദനവും എല്ലാം നിങ്ങളിൽ നിന്ന് വരുന്ന ഫീഡ്ബാക്കുകളാണ് ഞങ്ങൾ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എങ്ങനെ പ്രയോജനപ്പെട്ടു എന്നുള്ള കാര്യം നിങ്ങൾ കമന്റിലൂടെ ഞങ്ങളെ അറിയിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ പേർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് നൽകുക. ഈ വീഡിയോ അപ്ലോഡ് ചെയ്തതിൻ്റെ ഉടൻ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലായ PSC വോയേജറിൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കും. അപ്പോൾ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവർ ചാനൽ ജോയിൻ ചെയ്യുക. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്